नमो विष्णुपदाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिति नामिने नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरा भक्तवृंद हरे कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम राम രാമ ഹരേ ഹരേ. ഇന്ന് ഭഗവത്ഗീത ഓൺലൈൻ കോഴ്സിന്റെ 15ാമത്തെ ക്ലാസ് ആണ്. ഇന്ന് ഗീതാ മഹാത്മ്യത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത് ഹർ ഗ്രേസ് നള്ളി രുക്മിണി ദേവദാസി മാതാജിയാണ്. മാതാജിയെ അതിനായി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഹരേ കൃഷ്ണ വിഷ്ണുപ്രിയ, താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഈ ക്ലാസ്സിൽ സെഷനിലേക്ക് സ്വാഗതം. അപ്പോ നമുക്ക് ഇന്ന് ബാക്കി ഗീതാ മഹാത്മ്യത്തെ കുറിച്ച് കൂടെ കേൾക്കാം. ഭാരതാമൃത സർവസ്വം വിഷ്ണുവക്ത്രാദ്വിവിനിസൃതം ഗീതാ ഗംഗോദകം പീത്വാ പുനർജന്മന വിദ്യത്തെ. ഭാരതാമൃത സർവസ്വം വിഷ്ണുവക്ത്രാദ്വിവിനിസൃതം ഗീതാ ഗംഗോദകം പീത്വാ പുനർജന്മന വിദ്യത്തെ. ഇതിൽ പറയുന്നത് ഗംഗാജലം പാനം ചെയ്യുന്നവൻ മോക്ഷം പ്രാപിക്കുന്നു. ഭഗവത്ഗീതാമൃതം പാനം ചെയ്യുന്നവനെ കുറിച്ച് പിന്നെ എന്തു പറയാൻ. മഹാഭാരതത്തിന്റെ സാരമൃതമത്രേ ഭഗവത്ഗീത. നമുക്കറിയാം ഭഗവത്ഗീത എന്ന് വെച്ചാൽ മഹാഭാരതത്തിന്റെ ഒരു പോർഷൻ ആണ് അല്ലെ. യുദ്ധം നടക്കുമ്പോ ഭഗവാൻ കുരുക്ഷേത്ര യുദ്ധത്തിന്റെ ഭഗവാനും അർജുനനും അർജുനൻ ഇത് പറഞ്ഞിട്ട് ഭഗവാനെ എനിക്ക് ഈ ഇതിന്റെ നടുക്ക് കൊണ്ടേ നിർത്തുക, എനിക്ക് എല്ലാവരെയും കാണണം. അപ്പൊ ഭഗവാനോട് അർജുനൻ പറയാണ്, എനിക്ക് ഇവരെയൊക്കെ കാണുമ്പോ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നു. ഗുരുക്കന്മാരുണ്ട്, കസിൻസ് ഉണ്ട്, അനന്തര മക്കളുണ്ട്, പിന്നെ മരുമക്കളുണ്ട്. ഇവരെ എല്ലാവരെയും മുമ്പില് കുരുവംശരാണ് മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ ഇവരെയൊക്കെ കാണുമ്പോ ആ ഒരു ബുദ്ധിമുട്ട്, ദുഃഖം തോന്നിയിട്ട് ഭഗവാനോട് പറയാ, കാർപ്പണ്യ ദോഷോപഹത സ്വഭാവ, എനിക്ക് ഏതാണ് ശരി, എന്താണ് ശരി എന്ന് ഭഗവാനോട് അർജുനൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ താങ്കളുടെ ശിഷ്യനായിട്ട് കരുതുക, എനിക്ക് എന്താ ശ്രേയസ്സായിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ പറഞ്ഞു കൊടുക്കുക. അങ്ങനെയാണ് ഭഗവത്ഗീത പറഞ്ഞ് മനസ്സിലാക്കുന്നത് അല്ലെ. അപ്പോ അത് ഗംഗാജലം പാനം ചെയ്യുന്നവൻ മോക്ഷം പ്രാപിക്കുന്നു. അപ്പൊ എത്രയോ നല്ലൊരു ഭഗവാന്റെ മുഖാരവിന്ദത്തിൽ കൂടെ വരുന്നതാണ് ഈ ഗീത. ഭഗവാന്റെ ഗീത
ഭഗവത്ഗീത. അപ്പൊ അതിന്റെ മഹാത്മ്യം എത്രത്തോളം ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. ആദിവിഷ്ണുവായ ഭഗവാൻ കൃഷ്ണൻ സ്വയം ഉപദേശിച്ചതാണ് ഭഗവത്ഗീത. ഭഗവത്ഗീത പരമദിവ്യോത്തമ പുരുഷന്റെ മുഖനിർഗതമാണ്. ഗംഗയോ, ഗംഗ ഭഗവാന്റെ കാലിന്റെ നഖത്തിൽ കൂടെ ഒഴുകി താഴെ വരുന്നതാണ്. എപ്പോഴാണെന്ന് അറിയോ അത്? വാമനമൂർത്തിയായിട്ട് മഹാബലിയോട് 3 പാദം, എനിക്ക് വാമനമൂർത്തി എന്ന് വെച്ചാൽ ചെറിയ ഒരു ബ്രാഹ്മണ ബാലനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ആ 3 അടി, എനിക്ക് 3 അടി മണ്ണ് മതി, എനിക്ക് ജപിക്കാനാണ്, ഇരുന്ന് ജപിക്കാനാണ്. 3 അടി മണ്ണ് മതി എന്ന് പറയുമ്പോ, അപ്പൊ ഭഗവാന്റെ മഹാബലിയുടെ അഹങ്കാരം കുറയ്ക്കാനായിട്ട് ഭഗവാന് അദ്ദേഹം സമ്മതിക്കുകയാണ്. അപ്പൊ മഹാബലി ഇത് അനുവദിച്ചു കൊടുക്കുകയാണ് 3 അടി മണ്ണ്. അപ്പൊ 1 അടി കൊണ്ട് ഭൂമി കംപ്ലീറ്റ് ഇതാക്കി, 2ാമത്തെ അടി കാല് പൊക്കിയിട്ട് 14 ലോകവും ഇതാക്കി. അപ്പൊ മേൽത്തട്ട്, ഈ ഭൂഗോളത്തിന്റെ മേൽത്തട്ട് പൊട്ടിയിട്ട് കാരണോദക വെള്ളം, കാരണക്കടല് ഭഗവാന്റെ നഖത്തിൽ കൂടെ താഴെ ഒഴുകി വരാൻ തുടങ്ങി. അപ്പൊ അവിടെ ഉള്ള സ്വർഗത്തിലുള്ള ഗംഗാദേവി ഭഗവാന്റെ പാദത്തിൽ കൂടെ താഴെ വരുന്നതായിട്ടാണ് പറയുന്നത് ശ്രീമദ് ഭാഗവതത്തിൽ. അപ്പൊ അതാണ് ഗംഗ ആയിട്ട് താഴെ ഉത്ഭവിക്കുന്നത്. അപ്പൊ ഗംഗ ഭഗവാന്റെ പാദത്തിലൂടെ വരുന്നു, ഭഗവത്ഗീത ഭഗവാന്റെ മുഖാരവിന്ദത്തിലൂടെ വരുന്നു. അപ്പൊ രണ്ടും, ഗംഗാജലമാണെങ്കിലും ഭഗവത്ഗീതയാണെങ്കിലും ഇത് ഭഗവാന്റെ ആ രൂപത്തിൽ കൂടെ വന്നതുകൊണ്ട് അത് അത്ര ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത് ഭഗവത്ഗീത വായിക്കുക. ഭഗവാന്റെ മുഖവും പാദവും തമ്മിൽ തീർച്ചയായും യാതൊരു വ്യത്യാസവുമില്ല. എങ്കിലും പക്ഷപാതമില്ലാതെ ഒരു പഠനത്തിൽ ഭഗവത്ഗീത ഗംഗാജലത്തേക്കാൾ കുറെ കൂടി പ്രധാനമാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അടുത്ത ശ്ലോകം. സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദനഃ പാർത്ഥോ വത്സ സുധീർഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്. സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദന പാർത്ഥോ വത്സ സുധീർഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്. ഇതിൽ പറയുന്നത് എന്താ? ഗീതോപനിഷത്ത്, ഭഗവത്ഗീത എല്ലാ ഉപനിഷത്തുകളുടെയും സാരമാണ്. എല്ലാ ഉപനിഷത്തുകളും ഒരു പശുവിനെ പോലെയാണ്. ഗോപകുമാരൻ എന്നു പ്രശസ്തനായ ഭഗവാൻ കൃഷ്ണൻ ആ പശുവിനെ കറക്കുന്നു. അപ്പോ ഇത് ഉപനിഷത്തുക്കളെ പശുവിനോട് ഇത് കമ്പയർ ചെയ്തിരിക്കുകയാണ് അല്ലെ, താരതമ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അർജുനൻ ഒരു പശുക്കിടാവിനെ പോലെയാണ്, ചെറിയ ഒന്നും അറിയാത്ത പശുക്കിടാവാണ്. അപ്പോ പണ്ഡിതന്മാരും പരമ ഭക്തന്മാരും അമൃത തുല്യ ദുഗ്ധമായ ഗീത പാനം ചെയ്യുന്നു. അടുത്ത ശ്ലോകം. ഏകം ശാസ്ത്രം ദേവകീ പുത്ര ഗീത ഏകോ ദേവോ ദേവകീ പുത്ര ഹേവ ഏകോ മന്ത്ര തസ്യ നാമാനി യാനി കർമാപ്യേകം തസ്യ ദേവസ്യ സേവാ. ഏകം ശാസ്ത്രം ദേവകീ പുത്ര ഗീതം ഏകോ ദേവോ ദേവകീ പുത്ര ഏവ ഏകോ മന്ത്ര തസ്യ നാമാനി യാനി കർമാപ്യേകം തസ്യ ദേവസ്യ സേവാ. ഇക്കാലത്ത് ജനങ്ങൾ ഒരേ ഒരു ധർമ്മഗ്രന്ഥത്തെയും ഒരേ ഒരു ഈശ്വരനെയും ഒരേ ഒരു മതത്തെയും ഒരേ ഒരു പ്രവൃത്തിയെയും മാത്രം സ്വീകരിക്കാൻ ഉത്സുകരാണ്. ആകയാൽ ഏകം ശാസ്ത്രം ദേവകീ പുത്ര ഗീതം, എന്താ ഒരു ശാസ്ത്രം, എന്താ ദേവകീ പുത്രന്റെ ഗീതമാണ്, അതായത് ഭഗവത്ഗീത. ഏകോ ദേവോ ദേവകീ പുത്ര ഏവ, ഒരേ ഒരു ദേവനാണുള്ളത്, അതാരാണ്? ദേവകീ പുത്രനായ ശ്രീകൃഷ്ണൻ. ഏകോ മന്ത്ര തസ്യ നാമാനിയാനി, ഒരേ ഒരു മന്ത്രം, പ്രാർത്ഥന, തന്നെ സങ്കീർത്തനം, ഭഗവാന്റെ സങ്കീർത്തനം.
ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. പിന്നെ കർമ്മയാപേകം തസ്യ ദേവസ്യ സേവ, അത് അദ്ദേഹത്തിന്റെ ആ ഭഗവാന്റെ ഒരേ ഒരു സേവയാണ്, ഒറ്റ പ്രവൃത്തിയുള്ളൂ, പരമദിവ്യോത്തമ പുരുഷന്റെ സേവനം. അപ്പോ ഇതാണ് ഇന്നത്തെ ഗീതാ മഹാത്മ്യത്തിന്റെ അവസാനം. എനിവേ എല്ലാവരും ഭഗവത്ഗീത ഒന്നുകൂടെ എല്ലാവരും ഒരുമിച്ച് വായിക്കാൻ നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. ഓക്കെ, ഓവർ ടു യു വിഷ്ണുപ്രിയ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി, ഗീതാ മഹാത്മ്യത്തെ പറ്റി നന്നായി പറഞ്ഞു തന്നു. അടുത്തതായി ഹരിനാമ മഹാത്മ്യത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നതിനായി ഭക്ത ഹരികൃഷ്ണ പ്രഭുവിനെ ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു വിഷ്ണുപ്രിയ. ഹരേ കൃഷ്ണ പ്രഭു. കുറച്ചു നാൾ മുമ്പ് ഞാനൊരു കഥ കേൾക്കാനിടയായി. ഈ കഥ നടന്നത് ചൈനയിലായിരുന്നു. ഒരു എന്താ പറയുക, ഒരു കൈയില്ലാത്ത ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് കുങ്ഫു പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ അദ്ദേഹം കുറേ കുങ്ഫു മാസ്റ്റേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, എനിക്ക് കുങ്ഫു പഠിക്കണം. അപ്പോൾ അവരൊക്കെ പറഞ്ഞു, ഈ കൈയില്ലാത്ത ആള് എങ്ങനെയാണ് കുങ്ഫു പഠിക്കാൻ പോണത്? സാധാരണ സ്റ്റെപ്സ് പോലും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എന്നിരുന്നാലും അദ്ദേഹം ആ ഹോപ്പ് വിട്ടില്ല. അദ്ദേഹം വേറെയും പല കുങ്ഫു മാസ്റ്റേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് അവസാനം ഒരു കുങ്ഫു മാസ്റ്ററിൻ്റെ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു കുങ്ഫു മാസ്റ്ററിൻ്റെ അടുത്ത് പോയി എത്തി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആശാൻ പറഞ്ഞു, ഓക്കെ നാളെ നീ വാ, ഇന്ന സമയത്ത് വാ, നമുക്ക് പഠിക്കാമെന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷമായി. പിറ്റേ ദിവസം കറക്റ്റായിട്ട് ആ കൈയില്ലാത്ത വ്യക്തി അവിടെ കറക്റ്റായിട്ട് ആശാന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ആശാനെ ഞാനിവിടെ എത്തിയിട്ടുണ്ട്, എനിക്ക് കുങ്ഫു പഠിക്കണം, എന്തെങ്കിലും സ്റ്റെപ്സ് പറഞ്ഞതാ. അപ്പോൾ ആശാൻ പറഞ്ഞു, ഓക്കെ ഞാൻ സിമ്പിൾ ഒരു സ്റ്റെപ്പ് പറഞ്ഞുതരാം, നീ അത് നിർത്താതെ എല്ലാ ദിവസവും 4 മണിക്കൂർ വീതം പ്രാക്ടീസ് ചെയ്യണം, ഓക്കെ ആണോ? ആ ശരി ആശാനെ, ഞാൻ ശരി എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് ആശാൻ ആ സ്റ്റെപ്സ് പറഞ്ഞു കൊടുത്തു. വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്സ്, 2 or 3 മൂവ്സ് കാണും. ഡിഫെൻസീവ് സ്റ്റെപ്പ് ആയിരുന്നു, എന്തെങ്കിലും തിരിച്ചടിക്കാൻ വരണമെങ്കിൽ അദ്ദേഹം ആ സ്റ്റെപ്സ് ഉപയോഗിക്കാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ഒരാഴ്ചയായി, 2 ആഴ്ചയായി. ആശാൻ പറഞ്ഞെന്താ, ആശാൻ പറയുന്നത് വരെ പ്രാക്ടീസ് ചെയ്യണം, തിരിച്ചൊന്നും പറയരുത്. ഓക്കെ. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ജോയിൻ ചെയ്ത ആൾക്കാർ വേറെ പല 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 ടെക്നിക്സും പഠിക്കാൻ തുടങ്ങി. പക്ഷെ ഇദ്ദേഹത്തിന് ആ ഒരു ടെക്നിക്ക് മാത്രമേ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. 1 മാസമായി, 6 മാസമായി, 1 വർഷമായപ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ക്ഷമ കെട്ടിയിട്ട് ചോദിച്ചു, ആശാനെ എനിക്ക് മാത്രം എന്താ പറഞ്ഞു കൊടുക്കാത്ത? എൻ്റെ കൂടെ വന്ന പിള്ളേർക്കൊക്കെ നല്ലോണം കുറെ സ്റ്റെപ്സ് പറഞ്ഞു കൊടുത്തല്ലോ, എനിക്ക് മാത്രം എന്താ വേറെ സ്റ്റെപ്സ് പറഞ്ഞു കൊടുക്കാത്തെ? അപ്പൊ ആശാൻ ഒന്ന് സ്മൈൽ ചെയ്തു, ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, അടുത്ത ആഴ്ച ഒരു കുങ്ഫു കോമ്പറ്റീഷൻ ഉണ്ട്, വേൾഡ് ലെവൽ കുങ്ഫു കോമ്പറ്റീഷനാണ്. അതിനകത്ത് 10 വർഷം വരെ പ്രാക്ടീസ് ചെയ്ത ആൾക്കാർ വരുന്നുണ്ട്, നീ അതിനകത്ത് പങ്കെടുക്കണം. ഇദ്ദേഹത്തിന് ചെറുതായിട്ട് പേടിയുണ്ടായിരുന്നെങ്കിലും ഓക്കെ ആശാൻ പറഞ്ഞതല്ലേ, ശരിയെന്ന് പറഞ്ഞു. എന്നിട്ട് കോൺഫിഡൻസോട് കൂടി അദ്ദേഹം പോയി. അപ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ നിൽക്കുന്ന ആൾക്കാർ നോക്കണം, പല പല ടെക്നിക്സ് അറിയാവുന്ന ആൾക്കാരാണ്, പല പല വർഷങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇദ്ദേഹം ഒന്നും വകവെക്കാതെ ആശാൻ പറഞ്ഞു കൊടുക്കുക, ഒരു ടെക്നിക്കേ അറിയുള്ളൂ, ഒരു ടെക്നിക്ക് നല്ലോണം 1 വർഷം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ആൾ വന്നു, അദ്ദേഹത്തെ തോപ്പിച്ചു. സെക്കൻഡ് ആൾ വന്നു, അദ്ദേഹത്തെയും തോപ്പിച്ചു. അപ്പൊ അദ്ദേഹത്തിന് ആ കൈയില്ലാത്ത വ്യക്തിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നി, ഇതെങ്ങനെ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നു? അങ്ങനെ ആയി 10 വർഷം വരെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത പല പല ടെക്നിക്സ് അറിയാവുന്ന ആൾക്കാരെ വരെ അദ്ദേഹം തോപ്പിച്ചു. എന്നിട്ട് ലാസ്റ്റ് വേൾഡ് ചാമ്പ്യൻ അദ്ദേഹമായി മാറി. അപ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യം അല്ല, ഒരു ടെക്നിക്കേ ഉള്ളൂ, പക്ഷെ അത് നല്ലോണം ദൈനംദിനം 4 hours കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തപ്പോൾ അദ്ദേഹം നല്ല ലോകത്തിലെ തന്നെ വേൾഡ് ചാമ്പ്യൻ ആയിട്ട് മാറി കുങ്ഫുവില്. ഇനി നമുക്കറിയാം, നമ്മൾ ഹോമിയോപ്പതി മരുന്നിന്റെ കാര്യം പറയണമെങ്കിൽ, ഹോമിയോയിൽ നോക്കിയാൽ എല്ലാ മരുന്ന് നോക്കിയാലും ഇത്തിരി വെള്ളം പോലെ ഇരിക്കും. വെള്ളത്തിന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല, എൻ്റെ അമ്മ ഹോമിയോ ഡോക്ടർ ആയതുകൊണ്ട് എനിക്ക് അറിയാം. എല്ലാം മരുന്നിന്റെ കുപ്പി നോക്കിയാലും ഇതിനകത്ത് ഇത്തിരി വെള്ളം ഉള്ളതുപോലെ തോന്നും. അപ്പൊ ആൾക്കാരൊക്കെ ചോദിക്കാനുണ്ട്, മാത്രമല്ല ഇത് ഗുളികയായിട്ട് തരുമ്പോഴെന്താ, അതിനകത്ത് ഒരു മധുര ചൊവയുള്ള ഒരു ഗുളികയാണ് തരുന്നത്, അതിനകത്ത് മരുന്നൊഴിച്ചിട്ട് തരും. അപ്പൊ ഈ ഇത് കഴിക്കുമ്പോൾ എങ്ങനെയാണ് അസുഖം മാറുന്നതെന്ന് ആൾക്കാർക്ക് പലപ്പോഴും സംശയം വരാറുണ്ട്. പക്ഷെ ഇത് എപ്പോഴാണ് ഹോമിയോപ്പതി ഹീറോ ആയത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു 5-6 വർഷം മുമ്പ് കോവിഡ് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു, എവിടെയും മരുന്നില്ലാത്തപ്പോൾ എല്ലാവരും പറഞ്ഞു, ദേ ആഴ്സാൽബ്
ഹോമിയോപ്പതിയിലെ മരുന്ന് അത് ഹീറോ ആയി. അതെന്താ? അപ്പോൾ ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണല്ലേ, ഹോമിയോ മരുന്ന് സിമ്പിൾ ആയിട്ടുള്ള ഇത്തിരി വെള്ളം പോലെ ഇരിക്കുന്ന 2-3 ഗുളിക ഓരോ മണിക്കൂർ ഇടവിട്ട് കഴിച്ചാൽ നമുക്ക് അസുഖം മാറുന്നു, കോവിഡ് പോലുള്ള മഹാമാരി മാറുന്നു. ഇനി കുറച്ച് നാൾ മുമ്പ് എൻ്റെ മോന് 5 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പൊ അവൻ വരയ്ക്കാൻ പഠിക്കണ ആ സമയത്ത് അവൻ ഒരു പടം വരച്ചു. അവന്റെ പ്രായത്തിലെ കുട്ടിക്ക് നല്ലോണം വരയ്ക്കാൻ പറ്റുന്ന അത്രയും നല്ലോണം അവൻ വരയ്ക്കാൻ പഠിച്ചപ്പോൾ അവൻ ഒരു പടം വരച്ച് എന്നെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ദേ അച്ഛന്റെ പടമാണിത്. അപ്പൊ അതെനിക്ക് തന്ന സന്തോഷം എന്ന് പറയണത്, അവൻ ചിലപ്പോൾ 1 കോടി രൂപ തന്നാലും എനിക്ക് ആ സന്തോഷം വരത്തില്ല. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണല്ലേ ഈ ചെറുതായിട്ട്. അപ്പൊ നമുക്ക് എന്താ ഇതിനകത്ത് മനസ്സിലാവണം, ഈവൻ നമ്മുടെ ഭൗതികമായ അല്ലെങ്കിൽ സാധാരണ ദൈനംദിനം ജീവിതത്തിനെ പോലും സരളമായിട്ടുള്ള കാര്യങ്ങൾ ഇത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കണയാണെങ്കിൽ ഒരു ആധ്യാത്മികമായ ഒരു മഹാമന്ത്രം, ഹരിനാമ മഹാമന്ത്രം എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഒരു ഉറങ്ങിക്കിടക്കണ വ്യക്തിക്ക് എണീപ്പിക്കണമെങ്കിൽ നമുക്ക് സപ്പോസ് നമ്മൾ ദൂരെയാണ് നിൽക്കുന്നത്, ഒരാൾ വ്യക്തി കുത്താൻ വരുന്നു, അപ്പൊ നമ്മൾ വാതിൽ തുറന്ന ഉടനെ കാണുന്നതാണ് എൻ്റെ ഫ്രണ്ടിനെ ഒരാൾ കുത്താൻ വരുന്നു. അപ്പൊ നമ്മൾ ഫ്രണ്ട് എണീക്ക്, ദേ ഒരാൾ കുത്താൻ വരുന്നു എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരാൾ പെട്ടെന്ന് എണീക്കും. അപ്പോൾ ഈ മഹാമന്ത്രം എന്ന് പറയുന്നത്, ഹരിനാമ മഹാമന്ത്രം എന്ന് പറയുന്നത് നമ്മുടെ അവിദ്യയിൽ നിന്ന്, അതായത് നമ്മുടെ അറിവില്ലായ്മയിൽ നിന്ന് അറിവിലോട്ട് കൊണ്ടുവരാൻ അത്രത്തോളം പവർ ഉണ്ട്. കൃഷ്ണ ഭഗവത്ഗീതയിൽ പറയുന്നത് ഗുഹ്യാത് ഗുഹ്യതമം, അതായത് വളരെ രഹസ്യമായിട്ടുള്ള ഒന്നാണ്. എന്തുകൊണ്ടാണ് രഹസ്യമായിട്ടുള്ള ഒന്നാണെന്ന് പറയുന്നത്? ഭഗവത്ഗീത വായിച്ചാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. ഡയറക്റ്റ് മീനിങ് കൊണ്ട് നമുക്ക് മനസ്സിലാവും എന്താണ് ഇത്രയും രഹസ്യമായിട്ടുള്ളത്. യെസ്, നമുക്ക് രഹസ്യമായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മീനിങ് മനസ്സിലാകും, പക്ഷേ ഗഹനമായിട്ടുള്ള മീനിങ് മനസ്സിലാകണമെങ്കിൽ നമ്മൾ അതിന്റെ ആഴത്തിലോട്ട് എത്തിച്ചേരണം. മാത്രമല്ല നമുക്ക് ഗ്രേസ് വേണം. ഗ്രേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, കരുണ വേണം, ഭഗവാന്റെ കാരുണ്യം വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഗഹനമായിട്ടുള്ള ലെവലിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഒരു ആചാര്യൻ ശ്രീല രൂപ ഗോസ്വാമി പ്രഭുപാദ്, അദ്ദേഹം ഒരു നല്ല ശ്ലോകം പറഞ്ഞിട്ടുണ്ട്. സ്യാത് കൃഷ്ണനാമ ചരിതാദിസിതാപ്യ വിദ്യ പിത്തോപതപ്തരസനസ്യ നരോചികാനു കിന്തു ആദരാത് അനുദിനം ഖലു സൈവ ജുഷ്ട സ്വാദ്വി ക്രമാത് ഭവതി തദ്ഗതമൂലഹന്ത്രി. ഒരു ജോണ്ടിസ് വന്ന വ്യക്തിക്ക് ഷുഗർ നുണയാൻ കൊടുത്താൽ, പഞ്ചസാര കൊടുത്താൽ അദ്ദേഹത്തിന് അത് കയ്പായിട്ടേ തോന്നത്തുള്ളൂ. പക്ഷേ അദ്ദേഹം ദൈനംദിനം ഈ ഷുഗർ കഴിക്കുന്നുണ്ടെന്ന് വിചാരിച്ചോ, അപ്പൊ പതുക്കെ പതുക്കെ ജോണ്ടിസ് മാറുന്നത് അദ്ദേഹത്തിന് മനസ്സിലാവാൻ തുടങ്ങും. എന്നിട്ട് പതുക്കെ ആ ഷുഗറിന്റെ മാധുര്യം നുണയ്ക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കും. അതുപോലെ തന്നെ എങ്ങനെയാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കണം? നമുക്ക് 5 മിനിറ്റ് ആണ് ജപിക്കണം, അല്ലെങ്കിൽ 8 മിനിറ്റ് ആണ് ജപിക്കണമെങ്കിൽ അത് ദൈനംദിനം ആദരവോട് ജപിക്കുക. എങ്ങനെ ആദരവോടെ ജപിക്കുക? അതായത് നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പോൾ സാക്ഷാത് ഭഗവാൻ അവിടെ ഉപസ്ഥിതനാണ്. അപ്പോ അദ്ദേഹം അവിടെ ഉണ്ട്. ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പോൾ അദ്ദേഹം അത് കേൾക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ട് ഒരു വ്യക്തിയോട്, ഇപ്പൊ ഞാൻ ഒരാളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അയാൾ മൊബൈൽ വല്ല നോക്കിയിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു എന്താ ഇയാൾ ഇങ്ങനെ സംസാരിക്കണം, എൻ്റെ അടുത്ത് തന്നെയാണോ ഇദ്ദേഹം സംസാരിക്കണമെന്ന് എനിക്ക് സംശയം തോന്നും, അല്ലേ? അതുപോലെ തന്നെ നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പോൾ നമ്മൾ ഭഗവാന്റെ അടുത്ത് സംസാരിക്കണതാണ്. അപ്പൊ ആ സംസാരിക്കണ ആ ഒരു ടൈമിൽ, ഇപ്പോൾ 1 അവർ ആണെങ്കിൽ 1 അവർ, 15 മിനിറ്റ്സ് ആണെങ്കിൽ 15 മിനിറ്റ്സ്, 5 മിനിറ്റ്സ് ആണെങ്കിൽ 5 മിനിറ്റ്സ് നമ്മൾ ഹരിനാമ മഹാമന്ത്രം ജപിക്കുമ്പോൾ അത് ഭയങ്കര ആദരവോടുകൂടി, ഫോക്കസോട് കൂടി എത്രത്തോളം ഫോക്കസോട് നമുക്ക് പറ്റുന്നുണ്ടോ അത്രത്തോളം ഫോക്കസോട് കൂടി ട്രൈ ചെയ്താൽ നമുക്കൊരു ദിവസം വരും. ഈ ഭഗവത്ഗീത കൃഷ്ണാത് ഗുഹ്യതമം ഗുഹ്യാത് ഗുഹ്യതമം എന്ന് പറയണ ആ ഒരു സംഭവം നമുക്ക് ഭഗവത്ഗീത ആയാലും ഹരിനാമമായാലും അതിൻ്റെ ഒരു മാധുര്യം നുണയാൻ നമുക്ക് ആദരവോട് ജപിച്ചാൽ പറ്റും. അപ്പൊ എല്ലാവർക്കും ഈ ഒരു അനുഗ്രഹം കിട്ടട്ടെ എന്ന് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിലൂടെ ഉപസംഹരിക്കുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരിനാമ മഹാത്മ്യത്തെ കുറിച്ച് വളരെ നന്നായി പറഞ്ഞു തന്നു. ഇന്ന് ഭഗവത്ഗീതയിലെ 7-ാം അധ്യായത്തിലെ 1 മുതൽ 20 വരെ ശ്ലോകങ്ങൾ നമുക്കായി പറഞ്ഞു തരുന്നത് ഹിസ് ഗ്രേസ് പ്രേമമായ വ്രജേശ്വരദാസ് പ്രഭു ആണ്. ക്ലാസ് എടുക്കാൻ ക്ഷണിക്കുന്നതിന് മുമ്പായി പ്രഭുവിനെ കുറിച്ച് 2 വാക്ക്. എറണാകുളം ജില്ലയിലെ മലയാറ്റൂർ സ്വദേശിയായ പ്രേമമായ വ്രജേശ്വരദാസ് പ്രഭു തന്റെ ഗ്രാജുവേഷൻ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലും പോസ്റ്റ് ഗ്രാജുവേഷൻ കോട്ടയം നാട്ടകം ഗവൺമെന്റ് കോളേജിലുമാണ് പൂർത്തിയാക്കിയത്.
2003 അദ്ദേഹം കോഴിക്കോട് ജില്ലയിലെ ഗവൺമെന്റ് സർവീസിൽ പ്രവേശിച്ചു. 2013 കൃഷ്ണാബോധ പ്രസ്ഥാനവുമായി ബന്ധപ്പെടുകയും തുടർന്ന് 2021 ഹിസ് ഹോളിനസ് ജയപതാകസ്വാമി മഹാരാജിൽ നിന്നും ദീക്ഷ സ്വീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ അദ്ദേഹം എറണാകുളം ജില്ലയിൽ മൃഗസംരക്ഷണ വകുപ്പിൽ ജോലി ചെയ്യുകയും അതോടൊപ്പം തന്റെ കൃഷ്ണാബോധ പ്രവർത്തനങ്ങളിൽ സേവനമനുഷ്ഠിച്ചും വരുന്നു. പ്രേമമായ വ്രജേശ്വരദാസ് പ്രഭുവിനെ ഭഗവത്ഗീത ക്ലാസ് എടുക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ഇത് മാറ്റിയാലോ? ഹരേ കൃഷ്ണ. കേൾക്കാം പ്രഭു. ഹരേ കൃഷ്ണ. ഇപ്പൊ കേൾക്കാവോ? കേൾക്കാം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം സമർപ്പിക്കുന്നു. ആദ്യം പ്രാർത്ഥനയോടെ തുടങ്ങാം. ഓം അജ്ഞാനതിമ്രാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുമീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വപദാന്തിഹം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാം ച ശ്രീരൂപം സാഗരയാതം സഗണരഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവ ശ്രീരാധാകൃഷ്ണപാദാൻ സഗണലളിതാ ശ്രീ വിശാഖാനിതാം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. ഭക്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭിശ്ച കൃപാ സിന്ധുഭ്യവച്ച പതിതനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ മഹാവതി നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമം. നമസ്തേ സാരസ്വതേ ദേവി ഗൗരവാണി പ്രചാരണം നിർവിശേഷ ശൂന്യാകാരി ദശാദേശകാരണം. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വിനീത പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. നമുക്കിന്ന് 7ാമത്തെ അധ്യായത്തിലേക്കാണ് പ്രവേശിക്കാനുള്ളത്. 7ാം അധ്യായം ഭക്തിയോഗത്തിന്റെ ആദ്യ പടികൾ ആരംഭിക്കുന്ന അധ്യായമാണ്. ഭഗവാൻ നമുക്കായി മധ്യത്തിൽ വളരെ സൂക്ഷ്മമായി സൂക്ഷിച്ച ഗർഭഗൃഹത്തിൽ വിഗ്രഹം ഇരിക്കുന്നത് പോലെ ഏറ്റവും ഉള്ളിലിരിക്കുന്ന ആ വിഗ്രഹമാണ് ഭക്തിയോഗം എന്ന് പറയുന്നത്. ചിപ്പിക്കുള്ളിലെ മുത്തുപോലെ അത്ര പ്രധാനമാണ് ഭക്തിയോഗം. കാരണം ഈ യോഗം എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഭഗവാനുമായി സന്ധി ചേരുന്ന യോഗമായതുകൊണ്ടാണ് ഭഗവത്ഗീതയിലെ യോഗം ഏറ്റവും പ്രധാനമായിരിക്കുന്നത്. നമ്മൾ ഭൗതികമായ പല കൂട്ടുകെട്ടിലൂടെ കടന്നു പോകുമ്പോഴാകുന്ന യോഗം മറ്റുള്ള വ്യക്തികളുമായി കൂട്ടുചേരുന്ന ഒരു യോഗം. ആ യോഗത്തെക്കാളും ഭഗവത്ഗീതയിലെ യോഗം പ്രധാനമാകുന്നത് നമുക്ക് ഭഗവാനുമായി സംഘം ചേരുന്നതിനുള്ള ഭഗവാനുമായുള്ള സേവനം അനുഷ്ഠിക്കുന്നതിനുള്ള യോഗത്തെ നൽകുന്നതാണ്. അതിലെ ഏറ്റവും പരമപ്രധാനമാണ് ഭക്തിയോഗം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഭക്തിയോഗത്തിന്റെ ഈ അധ്യായങ്ങൾ വളരെ പ്രാധാന്യമാണ്. എല്ലാ അധ്യായങ്ങളും പ്രധാനമുള്ളതാണ്, പക്ഷെ വളരെ സാധുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഏറ്റവും സന്തോഷം നൽകുന്ന ഒന്നാണ് ഭക്തിയോഗം. അതിനാൽ ഭക്തിയോഗത്തിലെ 7ാം അധ്യായത്തിലെ ശ്ലോകങ്ങൾ നമുക്ക് മുന്നോട്ട് വായിക്കാം. 7ാം അധ്യായം ജ്ഞാനവിജ്ഞാന യോഗം. ശ്രീ ഭഗവാനുവാച മയ്യാസക്ത മനാപാർത്ഥ യോഗം യുഞ്ജന്മദാശ്രയ അസംശയം സമഗ്രം മാം യഥാ ജ്ഞാസസ്യ തശൃണു. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഹേ കുന്തിപുത്ര,
എന്നെക്കുറിച്ചുള്ള പൂർണ്ണ ബോധത്തോടെ എന്നിൽ ആസക്തമായ മനസ്സോടുകൂടി യോഗം പരിശീലിക്കുന്നത് കൊണ്ട് സംശയങ്ങൾ നീങ്ങി എന്നെ പൂർണ്ണമായി അറിയാൻ കഴിയുന്നത് എങ്ങനെയെന്ന് പറയാം, കേൾക്കൂ. അപ്പൊ ഭഗവാൻ ഇവിടെ മൈ ആസക്ത മന, എന്നിൽ ആസക്തമായ മനസ്സോടുകൂടി. നമുക്കറിയാം തൊട്ട് മുമ്പിലുള്ള 6-ാം അധ്യായം അവസാനിക്കുന്നതും യോഗിനാം അഭി സർവേഷ മദ്ഗതേ അന്ധരാൻമന ശ്രദ്ധവാൻ ഭജതേയോ മാം. ഭഗവാനെ ഏറ്റവും നന്നായി ഹൃദയത്തിൽ ഭജിക്കുന്നവനാണ് ഏറ്റവും നല്ല യോഗി. അപ്പൊ ആ യോഗിയെ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഭഗവാൻ ഇവിടെ ഈ ശ്ലോകത്തില് മൈ ആസക്ത മന, നമ്മുടെ മനസ്സ് ഭഗവാനിൽ ആസക്തമാകുന്ന ആ മനസ്സിനെ, അങ്ങനെയാണ് നമ്മൾ അങ്ങനെ ആശ്രയത്തോടു കൂടിയാകുന്ന ഭഗവാനെ ആശ്രയിക്കുന്ന ആ ഒരു വ്യക്തിക്ക്, അവർക്ക് ആണ് ഭഗവാൻ ജ്ഞാനം സംശയമായിട്ട് പൂർണ്ണമായ സംശയങ്ങളെല്ലാം നീങ്ങി ഭഗവാൻ പറയുന്നു. അത് കേൾക്കൂ എന്ന് പറയുന്നു. അപ്പൊ കേൾക്കൂ എന്ന് പറയുന്നിടത്ത് വളരെ പ്രധാനമാണ് എന്ന് ആചാര്യന്മാർ ഇതിലെ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്. അർജുനോട് തത് ശൃണു എന്നാണ് പറയുന്നത്. അപ്പൊ ഭഗവാൻ ആചാര്യന്മാര് പറയുന്നത്, ഭഗവാൻ പറയുന്നത് നമ്മൾ കേൾക്കുന്നത് ഈ നവവിധ ഭക്തി 9 തരത്തിൽ പറയുന്നതിൽ ശ്രവണം, കീർത്തനം എന്ന് തുടങ്ങുന്ന നവവിധ ഭക്തി പ്രക്രിയകളിൽ ഏറ്റവും പ്രധാനമാണ് ശ്രവണം. അപ്പൊ ഭഗവാനിൽ നിന്നും ഭഗവാന്റെ ശുദ്ധഭക്തരിൽ നിന്നും കേൾക്കുന്നതിന്റെ പ്രാധാന്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളോട് പറയുന്നുണ്ട് അവൈഷ്ണവോ മുഖോത്കീർണം ഭൂതം ഹരികഥാമൃതം ശ്രവണം ന ഏവ കർത്തവ്യം. നമ്മൾ ഒരിക്കലും ശ്രവിക്കരുതെന്ന് പറയണം. അവൈഷ്ണവര് ഭക്തരല്ലാത്ത ആളുകളിൽ നിന്ന് ഹരികഥാമൃതമാണെങ്കിലും അവര് പറയുന്നത് നമ്മൾ ശ്രവിക്കരുത്. ന ഏവ ശ്രവണം ന ഏവ കർത്തവ്യം എന്നാണ് പറയുന്നത്. സർപ്പോച്ഛിഷ്ടം യഥാപായ, സർപ്പം കുത്തിയ സർപ്പദർശനമേറ്റ പാല് പോലെയാണ് അബദ്ധരിൽ നിന്ന് നമ്മൾ ഭഗവാനെ കുറിച്ചോ ഭഗവത്ഗീതയോ മറ്റു എന്ത് ഗ്രന്ഥങ്ങളും നമ്മൾ അബദ്ധരിൽ നിന്ന് ശ്രവിക്കാൻ ശ്രമിക്കരുത്. അതുകൊണ്ട് ഈ ഒരു ശ്രവണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഭഗവാനിൽ നിന്നോ ഭഗവാനാൽ കൽപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ ഏർപ്പെടുത്തിയ ആചാര്യന്മാരിൽ നിന്നാണ് നാം കേൾക്കേണ്ടത്. അങ്ങനെ ആചാര്യന്മാർ പറഞ്ഞു തന്ന ഈ ഭഗവത്ഗീത കേൾക്കുന്നതും ആചാര്യന്മാരുടെ വചനങ്ങൾ തന്നെയാണ്. ആചാര്യ ഗ്രന്ഥങ്ങൾ പഠിക്കുന്നതും ആചാര്യന്മാരിൽ നിന്ന് ശ്രമിക്കുന്നതിന് തുല്യം തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ കേട്ടാലാണ് നമുക്ക് എന്താവുക, ഈ എല്ലാ സംശയങ്ങളും നീങ്ങി ഭഗവാന്റെ അടുത്തെത്തുവാൻ, ഭഗവാനെ ആശ്രയിക്കുവാൻ, ഭഗവത് സേവനം ചെയ്യുവാനല്ല നമുക്ക് യോഗ്യത ലഭിക്കുക. ഇനി 2-ാമത്തെ ശ്ലോകം. ജ്ഞാനം തേ അഹം സവിജ്ഞാനമിതം വക്ഷ്യാമി അശേഷതഃ യത് ജ്ഞാത ന യഹ ഭൂയോ അന്യ ജ്ഞാതവ്യം അവശിഷ്യതേ. വൈശ്വിക ജ്ഞാനത്തെയും അതീന്ദ്രിയ ജ്ഞാനത്തെയും ഞാൻ ഇനി പൂർണ്ണമായി വിശദീകരിച്ചു തരാം. അതറിഞ്ഞാൽ പിന്നെ നിനക്ക് വേറെ ഒന്നും അറിയേണ്ടതായിട്ടില്ല. അപ്പൊ ഭഗവാൻ ഇവിടെ വൈശ്വികമായ ജ്ഞാനം എന്ന് വെച്ചാൽ ഭൗതിക ജ്ഞാനത്തെയും ആധ്യാത്മിക പ്രകൃതിയെയും അർജുനനോട് അറിയിക്കാം എന്ന് പറയുകയാണ്. ഇത് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് മറ്റൊന്നും അറിയേണ്ടതായിട്ട് ഇല്ല എന്നും ഭഗവാൻ ഇവിടെ വ്യക്തമായി പറയുന്നു. അടുത്ത ശ്ലോകം, 3-ാമത്തെ ശ്ലോകം. മനുഷ്യാണാം സഹസ്രേഷു കച്ചിത് യദതി സിദ്ധയേ യദതാം അഭി സിദ്ധാനം കച്ചിൻ മാം വേത്തി തത്വതഃ. ആയിരക്കണക്കിന് ആളുകളിൽ ചിലപ്പോൾ ഒരാൾ പൂർണ്ണത നേടാൻ ഉദ്യമിച്ചേക്കാം. അങ്ങനെ പൂർണ്ണത നേടിയവരിലും ഒന്നിലേറെ പേർ എന്നെ തികച്ചും അറിയുന്നതുമില്ല. അപ്പൊ മനുഷ്യാണ സഹസ്രേഷു, ആയിരക്കണക്കിന് മനുഷ്യന്മാരിൽ ആരാണ് ഒരാളാണ് പൂർണ്ണത നേടാൻ ശ്രമിക്കുക. അങ്ങനെ പൂർണ്ണത നേടിയവരിൽ പോലും ഒന്നിലേറെ പേർ എന്നെ തിരിച്ചറിയുന്നില്ല എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ ബഹുവിധം ആളുകൾ എന്താ വെച്ചാ നിദ്ര, ഭക്ഷണം, മൈഥുനാദി, ഉറക്കം ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ശ്രദ്ധ. അത് മൃഗതുല്യരായി ജീവിക്കുന്നു. അല്ലെങ്കിൽ കുറെ ആളുകൾ എന്താ ചെയ്യുക, ഭൗതികമായ നമ്മുടെ സൗകര്യങ്ങൾ വർദ്ധിച്ചാൽ ആനന്ദം ലഭിക്കുന്നിടത്ത് ഈ ഭൗതികമായ ഈ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നത് നമ്മുടെ ബേസിക് നീഡിന് വേണ്ടി തന്നെയാണ്. അവിടെ കിടന്ന് ഉറങ്ങുന്നു, അല്ലെങ്കിൽ നിദ്രാദി മറ്റു കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് തുല്യം തന്നെയാണ്. അപ്പൊ വളരെ കുറച്ചു പേര് മാത്രമാണ് എന്താണ് മനുഷ്യ ജന്മം അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതൊക്കെ വളരെ കുറച്ചാണ്. ഈ ജന്മം കൊണ്ട് നമുക്ക് എന്താണ് നേടാനുള്ളത് എന്നൊക്കെ അന്വേഷിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അന്വേഷിച്ചു വരുന്നവരിൽ തന്നെ ഒന്നിലേറെ പേര് കൃഷ്ണനെ തിരിച്ചറിയുന്നില്ല. ഇനി ആധ്യാത്മിക പ്രകൃതിയിൽ അമ്പലത്തിൽ പോകുന്നവരുണ്ട്, ആധ്യാത്മിക പ്രഭാഷണം കേൾക്കാൻ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിലും കൃഷ്ണനെ കുറിച്ച് അറിയുന്നവര് വളരെ കുറച്ചു പേരുള്ളൂ എന്നും കൂടി ഭഗവാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കാണാൻ കഴിയും മുന്നോട്ടുള്ള ശ്ലോകങ്ങളിലെല്ലാം. ഇനി 4-ാമത്തെ ശ്ലോകം. ഭൂമിരഭോ അനലോ വായു ഖം വനോ ബുദ്ധിരേവച്ച അഹങ്കാരം ഇതീയം മേ ഭിന്ന പ്രകൃതി അഷ്ടത.
എന്റെ ഭിന്നമായ ഭൗതിക പ്രകൃതി ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, മനസ്സ്, ബുദ്ധി, വിദ്യ, അഹങ്കാരം എന്നിങ്ങനെ 8 അടങ്ങുന്നതാണ്. അപ്പൊ ഭഗവാൻ ഇവിടെ 8 ഭഗവാന്റെ ഭിന്ന പ്രകൃതി ഭൗതിക പ്രകൃതികൾ എന്തൊക്കെയാണെന്ന് പറയാണ്. പഞ്ചഭൂതങ്ങളായ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, പിന്നെ മനസ്സ്, ബുദ്ധി, വിദ്യ, അഹങ്കാരം. അപ്പൊ ഈ ഒരു ഭൗതിക പ്രകൃതികളാണ് ഭഗവാന്റെ ഭിന്നമായ അധമ പ്രകൃതി എന്നുകൂടി ഇത് പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം വെച്ചാൽ ഈ ഭൗതിക പ്രകൃതിയിലാണ് ഒരുവിധം ആളുകളെല്ലാം പൂണ്ട് കിടക്കുന്നത്. ഈ പഞ്ചഭൂതങ്ങൾ അടങ്ങിയ ഭൗതിക പ്രകൃതി തന്നെയാണ് ഈശ്വരൻ എന്ന് പറഞ്ഞു കിടക്കുകയും ഈ ശക്തി ഭഗവാന്റെ തന്നെയാണ്, ഇതിന്റെ മൂല കാരണം ഭഗവാനാണെന്ന് തിരിച്ചറിയാതെ ഈ പ്രകൃതിക്ക് ഒരു ശക്തിയാണ്ട് ഈ പ്രകൃതിയാണ് ഈശ്വരനോ അതിനെക്കുറിച്ചുള്ള പഠനങ്ങളിലേക്ക് പോകുന്നു ചിലര് എല്ലാ പദ്ധതികളും മനസ്സിന്റെ ഒരു ഏകാഗ്രതയ്ക്ക് വേണ്ടിയാണ്, മനഃശാന്തിക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ മനസ്സിന്റെ അതൊക്കെ അധമ പ്രകൃതിയാണ് മനസ്സിന്. അതുകൊണ്ടാണ് ഈ മാനസിക രോഗ വിദഗ്ധരെല്ലാം കിടന്ന് കുഴങ്ങുന്നത്. അവരെല്ലാം മനസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്, മനസ്സിന്റെ ശാന്തിക്ക് വേണ്ടിയിട്ടാണ് ഓരോ പദ്ധതികള്. പക്ഷെ ഭഗവാൻ അറിയുന്നതിന് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കുന്നില്ല. അപ്പൊ ഈ അധമ പ്രകൃതിയിൽ കുടുങ്ങിപ്പോവും. നമുക്ക് അടുത്ത ശ്ലോകത്തിൽ മനസ്സിലാക്കാം. 5 അപരേയം ഇതസ്തന്യാം പ്രകൃതി വിത്തിമേ പരാം ജീവഭൂതം മഹാബാഹോ യേദം ധാരിരേ ജഗത്. ഇവയ്ക്ക് പുറമെ ഹേ മഹാബാഹുവായ അർജുന, എനിക്ക് മറ്റൊരു ഉത്കൃഷ്ട ശക്തി കൂടിയുണ്ട്. ഈ താഴ്ന്ന തരം ഭൗതിക പ്രകൃതിയുടെ വിഭവങ്ങളെ ചൂഷണം ചെയ്യുന്ന ജീവഗണങ്ങളാണത്. അപ്പൊ ഈ ജീവഗണങ്ങൾ ഭഗവാന്റെ ഒരു ഉത്കൃഷ്ട ശക്തിയാണ്. അതാണ് ഇവിടെ പറയുന്നത്. അപരേയം ഇതസ്തം അന്യാം പ്രകൃതി വിത്തിമേ പര. അപരേയം അധമമായ ഈ പ്രകൃതിയേക്കാൾ അന്യമായ മറ്റൊരു പ്രകൃതിയുണ്ട്. അത് ജീവശക്തികളാണ്, ഉത്കൃഷ്ട ശക്തികളാണ്. അവർ ഈ ഭൗതിക പ്രകൃതിയെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നവരാണ്. അവർ അവിടെയാണ് ജീവിക്കാൻ കൂടുതൽ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തില് ഈ പ്രത്യക്ഷ പ്രപഞ്ചത്തിന് നമ്മൾ ഇപ്പൊ കാണുന്ന ഇതിന് ഭഗവാന്റെ ഉത്തമ പ്രകൃതിയായ ജീവശക്തികൾ കൂടാതെ പ്രവർത്തിക്കാനുള്ള ശക്തിയില്ല എന്ന് ആചാര്യന്മാർ ഇതിനകത്ത് ഈ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഭഗവാൻ ഇവിടെ നമ്മുടെ ഈ 2 പ്രകൃതിയുടെയും മൂലം അല്ലെങ്കിൽ കാരണം ഭഗവാനാണ് എന്നുള്ളത് നമുക്ക് മുന്നോട്ടുള്ള അടുത്ത ശ്ലോകത്തിൽ മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഈ മിഥ്യാഹങ്കാരമൊക്കെ ഉണ്ടല്ലോ, ഈ അഹങ്കാരം എല്ലാം ഈ മനുഷ്യന് ഈ ഉത്കൃഷ്ട ശക്തിയാണ്. നമ്മളെങ്കിലും ജീവാത്മാക്കളൊക്കെ ഉത്കൃഷ്ട ശക്തികൾ തന്നെയാണ് പറയപ്പെടുന്നത്. അപ്പൊ ഈ ജീവാത്മാക്കൾ ഉത്കൃഷ്ട ശക്തിയാണെങ്കിൽ ഈ ഭൗതിക പ്രകൃതി അധമ പ്രകൃതിയുമായുള്ള കൂട്ടുചേരുന്നതുകൊണ്ട്, ആ സംഘം ചേരുന്നതുകൊണ്ട് നമ്മൾ ഈ അധമ പ്രകൃതിയിൽ വീണ്ടുപോകും. കാരണം ഈ മിഥ്യാഹങ്കാരം എന്ന് പറയുന്നത് നമ്മളുടെ എന്റെയാണ് ഇതെല്ലാം, അല്ലെങ്കിൽ എന്റെ സുഖത്തിന് വേണ്ടിയാണ് മറ്റുള്ളവരെല്ലാം, മറ്റുള്ളവരുടെ പ്രവൃത്തിയൊക്കെ നമ്മുടെ ഒരു സുഖമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യും. അതുകൊണ്ട് ഞാൻ എന്നും എന്റേതെന്നുമുള്ള ഒരു ഭിത്തി നമ്മൾ ഉയർത്തി കെട്ടിക്കെട്ട് നമ്മൾ അപ്പുറത്ത് മറ്റുള്ളവരെ നിർത്തുകയും അങ്ങനെ ഒരു സംഘർഷാത്മകമായ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോവുകയും ചെയ്യും. അതുകൊണ്ട് ഈ 2 പ്രകൃതികളും, ഈ ഉത്തമ പ്രകൃതിയും അധമ പ്രകൃതിയും ഭഗവാന്റെ സേവനത്തിനായി ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് നമ്മളെ കെട്ടിടാതിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഈ പ്രകൃതി തന്നെയാണ് ഈശ്വരനെന്നും ഞാൻ തന്നെയാണ് ഈശ്വരനെന്നും എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു തലത്തിലേക്ക് ഈ മിഥ്യാഹങ്കാരം, മനസ്സ്, ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മെ ഇവിടെ കുടുക്കും. അതുകൊണ്ട് ഈ 2 ശ്ലോകങ്ങൾ വളരെ പ്രധാനമാണ്, ഈ 4-5 ശ്ലോകങ്ങൾ. കാരണം ഭഗവാനാണ് ഈ പ്രകൃതിയുടെ ഒക്കെ നാഥനെന്ന് നമ്മൾ തിരിച്ചറിയാതെ പോവുകയും ഈ 2 ശക്തിയുടെ ഉള്ളിൽ കിടന്ന് നമ്മൾ ഈ ഭൗതിക പ്രകൃതിയെ ചൂഷണം ചെയ്ത് അതിനകത്ത് കിടന്നു പോകാനുള്ള സാധ്യത വളരെ അധികമാണ്. അപ്പൊ ഇനി 6-ാം ശ്ലോകത്തിലേക്ക് നമുക്ക് കിടക്കാം. ഏതത് യോനീനി ഭൂതാനി സർവാണി ഉപധാരയ അഹം കൃഷ്ണസ്യ ജഗത പ്രഭവ പ്രളയസ്തത. സൃഷ്ടിയിലെ എല്ലാറ്റിന്റെയും ഉറവിടം ഈ 2 ശക്തികളാണ്. ആധ്യാത്മികവും ഭൗതികവുമായി ഇവിടെയുള്ള എല്ലാറ്റിന്റെയും ഉത്ഭവവും വിനാശവും ഞാൻ തന്നെയെന്ന് നിശ്ചയമായും അറിയുക. അപ്പൊ ഭഗവാൻ തന്നെയാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എല്ലാത്തിന്റെയും ഉത്ഭവവും അതിന്റെ നാശവും വരുത്തുന്നത്. ഏത് സമയം വരെയാണ് ഇത് നിലനിൽക്കേണ്ടത്, ഏത് സമയത്താണ് ഇവയെ തിരിച്ചു വിളിക്കേണ്ടത് എന്നെല്ലാം അറിയുന്ന ആർക്കാണ്? ഭഗവാനാണ്. അപ്പൊ ഭഗവാനാണ് ഇതിന്റെ എല്ലാം ഉത്ഭവവും വിനാശവും എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ ഭഗവാന്റെ കാരുണ്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, ആ ഭഗവാനുമായുള്ള യോഗം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു അറിവ് നമ്മൾ മനസ്സിലാക്കുകയും ഭഗവാന്റെ ഭിന്ന പ്രകൃതി 8 എണ്ണം
ആ 8 ഭിന്ന പ്രകൃതിയും അതിനെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ജീവാത്മാക്കളും നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങള് ഈ സർവ്വതിന്റെയും ഉത്ഭവവും വിനാശവുമായ ആ ഭഗവാന്റെ സേവനത്തിനായി ആണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഈ ചേതന എന്ന് പറയുന്നതാണ്, ഈ ആത്മാവ് എന്ന് പറയുന്ന ചേതനയും ഭൗതിക പ്രകൃതിയും കൂടിച്ചേരുമ്പോഴും ആ സംയോഗത്തിലാണ് നമുക്ക് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്. അതിൽ പ്രപഞ്ചം നിലനിൽക്കുന്ന മഹാവിഷ്ണുവിന്റെ ആത്മാവ് പ്രപഞ്ചത്തിൽ ചെല്ലുകയും മഹാവിഷ്ണു ഉൾപ്പോകുമ്പോഴാണ് പ്രപഞ്ചം ചലനാത്മകമാകുന്നത്. എന്നതുപോലെ തന്നെയാണ് ഈ ഭൗതിക പ്രകൃതി നമ്മളെ പോലുള്ള ജീവാത്മാക്കള് അത് ചേരുമ്പോൾ അത് ഒരു പ്രവർത്തനത്തിലേക്ക് എത്തപ്പെടുന്നു. ആ പ്രവർത്തനം നമ്മളിവിടെ കെട്ടിയിടാതെ നോക്കുക എന്നുള്ളതാണ് ഭഗവത്ഗീത പഠനം കൊണ്ട് നമ്മളെ സഹായിക്കുന്നത്. 7ാം അധ്യായത്തിലെ 7ാമത്തെ ശ്ലോകം, മത്തഃ പരതരം ന അന്യാത് കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവമിതം പ്രോതം സൂത്രേ മണിഗണ ഇവ. ഹേ ധനഞ്ജയ, എന്നേക്കാൾ ശ്രേഷ്ഠമായൊരു സത്യമില്ല. മുത്തുകൾ നൂലിന്മേൽ എന്ന പോലെ സർവവും എന്നിൽ ഇണക്കി കോർക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ എല്ലാം ഇവിടെ മത്താപരതരം ഭഗവാനേക്കാൾ ഉത്കൃഷ്ടമായിട്ട് മറ്റൊരു ശക്തിയില്ല. അപ്പൊ നേരത്തെ പറയുന്ന ശക്തികളൊക്കെ ഭഗവാന്റെ താഴെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ശക്തി എല്ലാം ശക്തിമാന്റെയാണ് ശക്തി. അപ്പൊ ഈ പറയുന്ന ജീവാത്മാക്കളാണെങ്കിലും നമ്മളാണെങ്കിലും മറ്റു ഭൗതികപ്രതിയാണെങ്കിലും ഭഗവാന്റെ മുകളിൽ മത്താപരതരം അന്യ കിഞ്ചിതസ്തി ധനഞ്ജയ മയി സർവമിതം പ്രോതം, എല്ലാം എന്നിലൊരു നൂലില് എങ്ങനെയാണോ മുത്തുകൾ കോർത്ത് ഇണക്കപ്പെട്ടത് അതേപോലെ ഈ ഭൗതിക പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങൾ ഒരു പ്ലാവില പോലും വീഴുന്നത് ഭഗവാൻ അറിഞ്ഞിട്ടാണ്. സർവ്വതും ആ ചരടിൽ കോർത്ത് ഇണക്കപ്പെട്ടിട്ടതാണ്. അതിൽ നിന്ന് എന്ത് എവിടെ വീണാലും എന്ത് സംഭവിച്ചാലും ആരറിയുന്നു? ഭഗവാൻ അറിയുന്നു എന്നുള്ളതും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. 8ാമത്തെ ശ്ലോകം, രസോ അഹം അപ്സു കൗന്ദേയ പ്രഭാസ്മി ശശിസൂരയോ പ്രണവ സർവവേദേഷു ശബ്ദഖേ പൗരുഷം നൃഷു. ഹേ കുന്തിപുത്ര, ജലത്തിലെ രസവും സൂര്യചന്ദ്രന്മാരിലെ പ്രകാശവും വേദമന്ത്രങ്ങളിലെ പ്രണവവും ആകാശത്തിലെ ശബ്ദവും പുരുഷന്റെ പൗരുഷവും ഞാനാകുന്നു. അപ്പൊ ഭഗവാന്റെ ശക്തി വ്യത്യസ്ത സ്ഥലങ്ങളിൽ എങ്ങനെ പ്രകടമാകുന്നു എന്നുള്ളത് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. വളരെ വിശാലമായിട്ട് നമുക്ക് വിഭൂതി യോഗത്തില് 11ാം ചാപ്റ്ററിൽ നമുക്ക് കാണാൻ കഴിയും ഭഗവാന്റെ ശക്തി വ്യത്യസ്ത സ്ഥലങ്ങളിൽ എങ്ങനെ പ്രകടമാകുന്നു. 10 അപ്പോൾ നമുക്ക് ഭഗവാന്റെ ഈ എന്താണ് പറയുന്നത് വെച്ചാൽ ജലത്തിലെ രസം, സൂര്യചന്ദ്രന്മാരിലെ പ്രകാശമല്ല, വേദമന്ത്രങ്ങളിലെ പ്രണവമന്ത്രം, നമുക്ക് ഓങ്കാര മന്ത്രം. അപ്പൊ നമ്മൾ ഇന്നത്തെ കാലത്ത് എല്ലാവരും ഈ ഓങ്കാര മന്ത്രത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പക്ഷെ കൃഷ്ണൻ തന്നെയാണ് ഈ ഓങ്കാര മന്ത്രവും. അപ്പൊ കൃഷ്ണന്റെ തിരുനാമ ജപത്തില് ഓങ്കാരത്തിന്റെ ശക്തിയും കൃഷ്ണ ഭഗവാന്റെ തിരുനാമ ജപത്തിലുണ്ട്. അതുകൊണ്ടാണ് കലിസന്ധാരണ ഉപനിഷത്തിൽ ഇതി ഷോഡശക നാമനം കലികൽമഷ നാശനം നാഥ പരയോ ഉപദേശ സർവവേദേഷു ദൃശ്യസ്യ. കണ്ടോ, സർവവേദേശങ്ങളിൽ പരതിയാലും കൃഷ്ണന്റെ ഈ തിരുനാമമാണ് കലികൽമഷ നാശനത്തിന് നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ളതും നമ്മെ സഹായിക്കുന്നതും ഈ ഒരു കൃഷ്ണന്റെ തിരുനാമമാണെന്ന് നമുക്ക് ഈ മുമ്പുള്ള നമ്മുടെ ഹരിനാമ മഹാത്മ്യവും ഗീതാ മഹാത്മ്യത്തിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പൊ വീണ്ടും ഇവിടെ സർവവേദേഷു പ്രണവ മന്ത്രം എന്ന് പറയുന്നത്, അപ്പൊ ഈ മന്ത്രത്തിന്റെ എല്ലാം ഉൾപ്പൂർന്ന ശക്തി എവിടെ കിട്ടും? നമുക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിൽ കിട്ടും എന്നുള്ളതാണ് ഈ കലികാലത്തിന്റെ ഏറ്റവും വലിയൊരു സവിശേഷതയും ഉപകാരപ്രദവുമായ ഒരു കാര്യം. 9ാമത്തെ ശ്ലോകം, പുണ്യോ ഗന്ധ പൃഥിവാം ച തേജച്ഛാസ്മി വിഭാവസ്സോ ജീവനം സർവഭൂതേഷു തപശ്ചാസ്മി തപസ്യഷു. ഭൂമിയിൽ പുണ്യഗന്ധമായും തീയിലെ ചൂടായും ജീവജാലങ്ങളിലെല്ലാം ജീവനായും തപസ്സികളിൽ തപസ്സായും കുടികൊള്ളുന്നത് ഞാൻ തന്നെ. അപ്പൊ ഈ എല്ലാത്തിനും തനതായ ഒരു ഗന്ധമുണ്ട്. പൂവിന്, ഭൂമിക്ക്, ജലത്തിന് എല്ലാം. അപ്പൊ ആ ഒരു ഗന്ധം വായുവിനെല്ലാം, ശുദ്ധമായ ജലത്തിന് എല്ലാം ഒരു രസമുണ്ട് അല്ലെ? നമുക്കറിയാം, നല്ല അരുവിയിലെ വെള്ളം കുടിക്കുമ്പോൾ ഒരു പ്രത്യേക രസമുണ്ട്. അതുകൊണ്ടാണ് മിശ്രിതമായി കഴിഞ്ഞാൽ അതിന്റെ രസം മാറും. പക്ഷെ ആ മൂലസ്വരൂപത്തിനുള്ള ഒരു ഗന്ധം, ഭൂമി നമുക്കറിയാം, പുതുമഴ പെയ്യുമ്പോൾ ഭൂമിക്കുള്ള ഒരു ഗന്ധമുണ്ട്. അപ്പൊ പുണ്യമായ ഗന്ധം, ആ ഭൂമിയിൽ വേറെ എന്തെങ്കിലും കെമിക്കൽസ് ഒഴിച്ച ഗന്ധം മാറും. അപ്പൊ അവിടെ അതല്ല ഉദ്ദേശിക്കുന്ന ശുദ്ധമായ സഹജമായ അവബോധത്തെ, സഹജമായ ഒരു ബോധമുണ്ട് എന്ന് പറയുന്നത് പോലെ സഹജമായ ഒരു ഗന്ധമുണ്ട്. ആ ഗന്ധം ആരാണ്? ഈശ്വരനാണ്. ആ രസവും എന്താണ്? ജലത്തിലെ രസവും, രസവും അഹം അപ്സു, ജലത്തിലെ രസവുമെല്ലാം
ഭഗവാനാണെന്ന് ഭഗവാൻ ഇവിടെ നമുക്ക് പറഞ്ഞു തരികയാണ്. 10-ാം ശ്ലോകം. ബീജമ്മ സർവഭൂതാനാം വിത്തി പാർത്ഥ സനാതനം ബുദ്ധിർ ബുദ്ധിമതാമസ്മി തേജസ് തേജസ്വിനാമഹം. അപ്പൊ ഇവിടെ ഹേ കുന്തിപുത്ര, സർവ്വ ജീവജാലങ്ങളുടെയും ആദ്യ ബീജം ഞാനാണെന്ന് നീ അറിയണം. ബുദ്ധിമാന്മാരുടെ ബുദ്ധിയും ശക്തിയും തേജസ്വികളുടെ തേജസ്സും ഞാൻ തന്നെ. അപ്പൊ നമുക്ക് പറയാം, അപ്പൊ ആരാണ് ഉത്ഭവത്തെ കുറിച്ചുള്ള നമ്മുടെ ശങ്കകളെല്ലാം ഇവിടെ നമ്മൾ തീർക്കണം. ബീജമ്മാം സർവഭൂതാനാം, സർവചര അചരങ്ങളുടെയും ചരിക്കുന്നവരുടെയും ചരിക്കാത്തവരുടെയും എല്ലാ ഉറവിടം ആരാണെന്ന് ഭഗവാൻ നമുക്ക് കൃപാപൂർവം പറഞ്ഞു തരാണ്. നമ്മൾ അന്വേഷിച്ച് അധികം ബുദ്ധിമുട്ടേണ്ടതില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ ഭഗവത്ഗീത പഠനത്തിന്റെ ഏറ്റവും വലിയ പ്രധാനം സർവ്വവേദേഷു അഹം ഏവം ആശ്രയം. അതായത് എല്ലാ വേദങ്ങളും പഠിച്ചിട്ട് ഭഗവാനെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. എന്തറിഞ്ഞാലാണ് നമുക്ക് അറിവിന്റെ ഏറ്റവും പാരമ്യം എന്ന് പറയുന്നത്, എന്തറിഞ്ഞാലാണ് പിന്നെ ഒന്നും അന്വേഷിച്ചിറങ്ങേണ്ടതില്ല എന്ന് പറയുന്നത്. അത് ഭഗവാനെ അറിഞ്ഞാൽ, സർവ്വത്തിന്റെയും ഉത്ഭവം ഭഗവാനാണ് എന്ന് നമ്മളോടുള്ള സ്നേഹം കൊണ്ട്, കൃപ കൊണ്ട്, ചിലവര് പറയും ഭഗവാൻ തന്നെ സ്വയം പുകഴ്ത്തി പറഞ്ഞേന്ന്. ഇപ്പൊ നമ്മൾ പ്രശ്നത്തിൽപ്പെട്ട ഒരു മകൻ, ആ മകനോട് അച്ഛൻ പറയാടാ നീ പേടിക്കണ്ട, അതെല്ലാം എന്റേതാണ്, ആ സ്ഥലം എന്റേതാണ്, അവരെന്റെ ആളുകളാണ്, അല്ലെങ്കിൽ അത് എന്റെയാണ് എന്ന് പറയുമ്പോൾ ഒരു ആശ്വാസം. അർജുനൻ ഇവിടെ പ്രതിസന്ധിയില് കിടക്കുമ്പോ എന്ത് ചെയ്യണം കൃഷ്ണ എന്ന് പറയുമ്പോൾ കൃഷ്ണൻ അവിടെ സമാശ്വസിപ്പിക്കുന്നതും കൂടിയുണ്ട് എന്റെ കൂട്ടത്തിലൂടെ. ഈ സർവ്വ പ്രപഞ്ചത്തിന്റെ ഉത്ഭവം ഞാൻ തന്നെയാണ്. അപ്പൊ മുന്നോട്ട് പോകുന്ന അധ്യായങ്ങളിൽ അർജുനൻ അത് ഏറ്റുപറയുകയും ഭഗവാൻ പറയുന്ന അതേപടി സ്വീകരിക്കുന്നതൊക്കെ നമുക്ക് കാണാം. അപ്പൊ ഭഗവാൻ ഇതുപോലെ പ്രശ്നത്തിൽപ്പെട്ട ഈ നമ്മളൊക്കെ ഭഗവാന്റെ മക്കൾ തന്നെയാണ്, സർവ്വ ബീജം അല്ലെ. അപ്പൊ അങ്ങനെ ബീജമ്മ സർവ്വഭൂതാനം. അപ്പൊ അങ്ങനെ പ്രശ്നത്തിൽപ്പെട്ട മക്കളോട് അവരുടെ അച്ഛൻ സ്നേഹപൂർവ്വം കരുണാപൂർവ്വം മക്കളെ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, ഇവിടെ നിങ്ങളുടെ എല്ലാം ഈ സർവ്വതിന്റെ ഉത്ഭവം ഞാൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഭഗവാൻ 18-ാമത്തെ അധ്യായത്തിലെ ഏറ്റവും അവസാനം പറയുന്നില്ലേ, അവസാനം 18-ാമത്തെ 37-ലെ നേരുന്ന ശ്ലോകം സർവധർമാൻ പരിത്യജ പെട്ടെന്ന് സർവധർമാൻ പരിത്യജ മാം ഏകം ശരണം വ്രജ. അപ്പൊ വളരെ കരുണാപൂർവം അച്ഛനായ ഭഗവാൻ സർവ്വധർമ്മങ്ങളെയും പരിത്യജിച്ച് എല്ലാം നിങ്ങൾ പരിത്യജിച്ചോളൂ, എന്നെ ആശ്രയിച്ചോളൂ, ഇനി ഒന്നും പോവേണ്ടതില്ല എന്ന് വളരെ സ്നേഹപൂർവ്വം ഇനി ധൈര്യമായി അർജുനൻ യുദ്ധം ചെയ്തോളൂ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്ത് വേണമെങ്കിലും ഏറ്റെടുത്തോളൂ, എന്ത് നടത്തിക്കോളൂ, നിങ്ങൾ ഭഗവാനെ ആശ്രയിച്ചിട്ട് ഭഗവാൻ പറയുന്ന രീതിയിൽ എന്താണ് ധർമ്മ അധർമ്മങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് ചെയ്യാനായിട്ട് നമ്മളെ ഭഗവത്ഗീത സഹായിക്കുന്നു. അപ്പൊ ഈ ഗ്രന്ഥത്തിൽ നിന്ന് നമുക്ക് അങ്ങനെയും ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇനി 11. ബലം ബലവതാം ച അഹം കാമരാഗ വിവർജിതം ധർമാ വിരുദ്ധോ ഭൂതേഷു കാമോ അസ്മി ഭരതർഷഭ. അല്ലയോ ഭരതർഷഭ, ഞാനാണ് ബലവാന്മാരുടെ കാമരാഗവർജിതമായ ബലം, ധർമ്മവിരുദ്ധമല്ലാത്ത ലൈംഗിക ജീവിതവും ഞാൻ തന്നെ. അപ്പൊ ഭഗവാൻ ബലന്മാരുടെ ബലവും ധർമ്മവിരുദ്ധമല്ലാത്ത ലൈംഗിക ജീവിതവും ഞാൻ തന്നെയെന്ന് ഇവിടെ പറയുന്നു. 12-ാം അധ്യായം 12-ാമത്തെ ശ്ലോകം. ഏ ഏവ സാത്വിക ഭാവ രാജസാ തമസാച്ച ഏ മത്ത ഏവേദി താൻ വിത്തി നാത്തു അഹം തേഷു തേമയി. സാത്വികങ്ങളും രാജസങ്ങളും താമസങ്ങളുമായ എല്ലാ അവസ്ഥകളും എന്റെ ശക്തിയുടെ ബഹിസ്ഫുരണങ്ങളാണ്. ഒരർത്ഥത്തിൽ അവയെല്ലാം ഞാൻ തന്നെ, എങ്കിലും ഞാൻ അവയ്ക്ക് അധീനനല്ല. ഞാൻ ഭൗതിക ഗുണങ്ങൾക്ക് അധീനനല്ല, മറിച്ച് അവയെല്ലാം എന്നിൽ നിലകൊള്ളുന്നു. അപ്പൊ ഇവിടെയുള്ള 3 ഗുണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ സാത്വിക ഗുണം, രാജസ ഗുണം, താമസ ഗുണം. അപ്പൊ ഈ ഗുണങ്ങളുടെ സവിശേഷതകളെല്ലാം മുന്നോട്ടുള്ള അധ്യായത്തിൽ വിശദമായി പഠിക്കും. എന്നാലും ഈ ഗുണഗണങ്ങളെല്ലാം ഭഗവാൻ തന്നെയാണ് ഉത്ഭവം. പക്ഷെ ഭഗവാൻ അതിക്ക് കീഴ്പ്പെട്ടവനല്ല. ഭഗവാൻ ആ ഗുണഗണങ്ങളിൽ ഒന്നാം മലിനമാക്കപ്പെട്ടതല്ല. ഈ ഗുണഗണങ്ങളൊക്കെ നമ്മളെ തന്നെ കെട്ടിയിടുന്നതാണ്. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. 13-ാമത്തെ ശ്ലോകം. ത്രിബിർ ഗുണമയുർ ഭാവേരേവി സർവമിതം ജഗത് മോഹിതം ന അഭിജാനാതി മാമേദ്യ പരമം അവ്യയം. ഈ ത്രിഗുണങ്ങളാൽ വ്യാമോഹിതമായ ഈ ലോകം ഇവയ്ക്ക് അതീതനും അവ്യയനുമായ എന്നെ അറിയുന്നില്ല. അപ്പൊ ഭഗവാനെ അറിയുന്നില്ല. ഈ ഗുണഗണങ്ങൾ നമ്മൾ കൂടുതൽ പ്രഭാവം ചെലുത്തുമ്പോൾ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ കഴിയില്ല. ഈ സാത്വിക ഗുണമാണ് ഈ ഗുണങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ട ഗുണം എന്ന് പറയുന്നത്. ഈ സാത്വിക ഗുണത്തിൽ പോലും നമ്മെ ഭഗവാനെ അറിയാൻ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ഗുണമാണ് സാത്വിക ഗുണം. പക്ഷെ ആ ഗുണം പോലും നമ്മുടെ സ്വർണത്തിലുള്ള ശങ്കലയാലും ഈ പറയില്ലേ ബന്ധനം തന്നെ പാരിലും പാരിലും നമ്മൾ പറയുന്നത് പോലെ അത് നമ്മെ ഇവിടെ നല്ല സ്വഭാവത്തിലും ശുദ്ധിയിലൊക്കെ നിന്ന് നമ്മളെ ഇവിടെ കെട്ടിയിടുന്നുണ്ട്. സ്വർണ്ണച്ചങ്ങല പോലെ ഭഗവാനെ തിരിച്ചറിയാതെ കെട്ടിയിടും. അപ്പൊ അതുകൊണ്ട് പറയുന്നതാണ് ഈ ത്രിപിർ ഗുണമായി ഈ ഗുണത്തിൽ മാത്രം ജീവിക്കുന്ന ആൾക്കാർ എന്തായിരിക്കും, അവർക്ക് ഈ ജഗത്ത് മോഹിക്കും.
ഈ ലോകങ്ങളൊക്കെ അവയിൽ നിന്ന് വ്യാമോഹിതരായിട്ട് അവർക്ക് ഭഗവാനെ എന്നെ തിരിച്ചറിയാൻ അവർക്ക് കഴിയുന്നില്ല കൃഷ്ണനെ. അതുകൊണ്ടാണ് പല ഭഗവത്ഗീതയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ അവൈഷ്ണവരായ ആളുകളെല്ലാം കൃഷ്ണനില്ലാത്ത ഗീതയാണ് പറയുന്നത്. ഭഗവത്ഗീതയിൽ ഭഗവാൻ ഉണ്ടാവില്ല, ഗീത മാത്രമായിരിക്കും അവരിൽ. ആ ഗീതയിൽ അവരെന്താ പറയാ, ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്നൊക്കെ അവർ പലതും പറയും പലവരും. അതുകൊണ്ടാണ് അവരിൽ നിന്ന് കേൾക്കരുത് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അവരൊക്കെ കൃഷ്ണനെ മനസ്സിലാക്കാൻ കഴിയില്ല. ത്രിപുർ ഗുണമയ ഭാവേരവി. 14 ദേവി ഹേഷ ഗുണമയി മമ മായ ദുരത്തയ മാമേവയ പ്രബന്ധതേ മായാമേതാം തരന്തിതേ. 3 പ്രകൃതി ഗുണങ്ങളടങ്ങിയ എന്റെ ദിവ്യശക്തിയെ അതിജീവിക്കുക എളുപ്പമല്ല, എന്നാൽ എനിക്ക് സ്വയം സമർപ്പിക്കുന്നവർക്ക് അത് നിഷ്പ്രയാസം സാധിക്കും. അപ്പൊ ഈ 3 ഗുണഗണങ്ങൾ നമ്മളെ കെട്ടിടുകയും ഈ വ്യത്യസ്ത രീതിയിലുള്ള സ്വഭാവ സവിശേഷതകൾ ഓരോ വ്യക്തി പ്രകടിപ്പിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ ഇവിടെ കെട്ടിയിടുന്നു. അപ്പൊ ഈ നമ്മളെ ഇതിൽ നിന്ന് പുറത്തു കിടക്കണമെങ്കിൽ വളരെ എളുപ്പമാണ്. ഈ ഗുണഗണങ്ങൾ നമ്മൾ വ്യത്യസ്തമായ സ്വഭാവത്തിലും വ്യത്യസ്തമായ തലങ്ങളിലേക്കൊക്കെ സഞ്ചരിക്കുമ്പോൾ ഭഗവാൻ പറയും മാമേവ ഏ പ്രബന്ധതേ മായാമേതാം തരന്തിതേ. അപ്പൊ മാമേവ അത് വളരെ പ്രധാനമാണ്. ഭഗവാൻ മാമേവ എന്ന് പറയുമ്പോൾ നമുക്ക് ഭഗവാനെ തന്നെ നമുക്ക് എന്താ ആശ്രയിച്ചാൽ നമുക്ക് ഈ മായയിൽ നിന്ന് വളരെ എളുപ്പം പുറത്തു കിടക്കാൻ കഴിയും. അല്ലെങ്കിൽ വളരെ ദുഷ്കരമാണ്. നമ്മൾ സ്വയം ആലോചിച്ച് ഏതെങ്കിലും ഒരു ജ്ഞാനിയുടെ അടുത്ത് ചെന്നോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെന്ന് ചോദിച്ചോ ഒന്നും പുറത്തു കിടക്കാൻ കഴിയില്ല. ഇത് ദിവ്യപ്രകൃതി, അഥവാ പ്രകൃതി ഇവിടെ ദിവ്യപ്രകൃതി എന്നാണ് ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ പ്രഭാതർ പറയുന്നുണ്ട് എന്തുകൊണ്ടെന്ന് വെച്ചാല് ഭഗവാനിൽ നിന്ന് തന്നെയാണ് ഈ ഭൗതിക പ്രകൃതിയും വരുന്നത്. അപ്പൊ ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നത് കെട്ടിയിടാത്ത വ്യക്തി, നമ്മളെ 3 പേര് കെട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു കെട്ടിയിടാത്ത വ്യക്തിക്ക്, ഈ ചങ്ങലകളൊന്നും ബാധിക്കാത്ത ഒരു വ്യക്തിക്ക് മാത്രം വന്നാൽ ഈ ചങ്ങല അയച്ചു കളയാൻ പറ്റുള്ളൂ. അപ്പൊ ഭഗവാനാകട്ടെ ഈ ചങ്ങലകളൊന്നും ഭഗവാനെ ബാധിക്കുന്നതല്ല. അപ്പൊ ഭഗവാനെ നമ്മൾ ശരണം പ്രാപിച്ചാൽ ഈ ചങ്ങലക്കെട്ടുകളൊക്കെ താനെ അഴിഞ്ഞു പോകും. നമ്മുടെ ജീവിതത്തില് ശരിയായ വഴികൾ എന്ന് സൂര്യപ്രകാശം ഇത് പറയാ നട്ട് ഉച്ച പോലെ നമുക്ക് എല്ലാ വഴികളും എങ്ങോട്ടും പ്രകാശമാനമായ വഴികൾ കാണിച്ചു തരിക എന്ന് പറയുന്നത് ഭഗവാനെ നമുക്ക് ആശ്രയിക്കുമ്പോഴാണ്. അല്ലാതെ നമ്മൾ ഇരുട്ടിൽ തപ്പും. നമ്മൾ ഈ ഗുണങ്ങൾ, ഈ 3 ഗുണങ്ങളുണ്ട്, താമസ ഗുണവും രജ തമസ്, ഇതൊക്കെ നമ്മെ വെളിച്ചത്തിൽ നിന്ന് ഈ ഗുണങ്ങൾ മാത്രം നമ്മളെ അകലേക്ക് കൊണ്ടുപോകും. അപ്പൊ വെളിച്ചത്തിലേക്ക് നയിക്കാനായിട്ട് നമുക്ക് ഭഗവാനെ തന്നെ ആശ്രയിക്കുകയാണ് ശരണമുള്ളൂ എന്ന് ഇവിടെ 14ാമത്തെ ശ്ലോകത്തില് പറയുന്നുണ്ട്. ഇനി 15ാമത്തെ ശ്ലോകം. നാമാം ദുഷ്കൃതിനോ മൂഢ പ്രബന്ധതേ നരാധമ മായ അപഹൃത ജ്ഞാന ആസുരഭാവം ആശ്രിതാഹ. ഇവിടെ ആരൊക്കെയാണ് ഭഗവാനെ ആശ്രയിക്കാത്തവരെ കുറിച്ച് പറയാ. ദുഷ്കൃതരായ മൂഢന്മാരും മനുഷ്യാധമന്മാരും മായയാൽ അപഹരിക്കപ്പെട്ട ജ്ഞാനത്തോടു കൂടിയവരും നിരീശ്വരരുമായ അസുരന്മാർ എന്നെ ശരണം പ്രാപിക്കുന്നില്ല. അപ്പൊ ഭഗവാനെ ശരണം പ്രാപിക്കാത്തവർ ആരൊക്കെയാണ് എന്ന് ഭഗവാൻ ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഭഗവാനെ ശരണം പ്രാപിക്കാത്തവരുണ്ട്, എല്ലാ കാലത്തും ഉണ്ടല്ലോ. ഹിരണ്യകശിപുമാരും രാവണാദികളൊക്കെ എല്ലാ കാലത്തും ഉണ്ട്. അപ്പൊ അത് ആരൊക്കെയാണ് എന്ന് നമ്മെ ഇവിടെ പഠിപ്പിക്കുകയാണ്. അപ്പൊ മൂഢന്മാർ, അപ്പൊ മൂഢന്മാരെ കുറിച്ച് പറഞ്ഞ ഒരു ഭാരം ചുമക്കുന്ന കഴുതയെ പോലെ ആണ്. ആർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ജോലി ചെയ്യുന്നത്, എന്താണ് ഈ ജോലി കൊണ്ട് എനിക്കുള്ള ഫലം എന്നൊന്നും ഇച്ഛിക്കാതെ നമ്മൾ രാവും പകലും കഠിനമായി ഏതൊക്കെയോ യജമാനന് വേണ്ടി, എല്ലാവരുടെയും യജമാനായ ഭഗവാനെ മറന്നുകൊണ്ട് ആർക്കൊക്കെയോ കീഴിൽ ആരൊക്കെയോ നമ്മൾ പ്രീതിപ്പെടുത്തി ജീവിക്കാം എന്ന് കരുതി ഭാരം ചുമക്കുന്നു ഭഗവാൻ അറിയാതെ. അങ്ങനെയുള്ള മൂഢന്മാർ. അപ്പൊ അങ്ങനെ അവർക്ക് പ്രീതിപ്പെടുത്തിയാൽ എനിക്ക് കുറച്ച് സമ്പത്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കിട്ടും എന്ന് ധരിച്ച് മൂഢന്മാരെ പോലെ രാവും പകലും പണിയെടുത്തുകൊണ്ടേ ജീവിക്കുന്ന ആളുകളൊന്നും ഭഗവാനെ അടുത്തേക്ക് വരില്ല എന്ന് പറയുന്നു. മറ്റൊരു ദുഷ്കൃതികളാണ്. ദുഷ്കൃതികള് നരാധമന്മാർ. നരാധമന്മാര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരൻ എന്ന മനുഷ്യൻ. അപ്പൊ മനുഷ്യരിലെ അധമന്മാര്. ഈ അധമന്മാരെന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് ഈ ആദ്യത്തെ ധാർമ്മിക നിയമങ്ങൾ, അയ്യോ അങ്ങനെ ചെയ്തത് മര്യാദയാണോ, ഇങ്ങനെയുള്ള ധാർമ്മിക കാര്യങ്ങളൊന്നും ഇല്ല. തന്റെ ഇഷ്ടം എന്താണോ അതങ്ങോട്ട് ചെയ്യും. അപ്പൊ അങ്ങനെ ധർമ്മ വ്യവസ്ഥയ്ക്ക് ഒന്നും കീഴിൽ വരാത്ത വ്യക്തികളെയാണ് ഇവിടെ അധമന്മാർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള നരാധമന്മാര് യാതൊരുവിധ നിയമങ്ങളെയോ നമ്മള് ഭഗവത്ഗീതയിലോ അല്ലെങ്കിൽ മറ്റു ശാസ്ത്രങ്ങളിൽ പറയോ അല്ലെങ്കിൽ വേണ്ട നാട്ടിലെ സാധാരണ ഒരു മര്യാദ പോലും ആചരിക്കാതെ എന്തും ഏതും എവിടെ നിന്നും ആളുകളെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്ന അധമന്മാരുണ്ട്. ഇങ്ങനെയുള്ള ധാരാളം അധമ പ്രവൃത്തി ചെയ്യുന്ന ഈ അധമന്മാരൊന്നും എവിടെ വരില്ല, ഭഗവാനെ അടുത്ത് ശരണം പ്രാപിക്കാൻ വരില്ല എന്ന് ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്. 3ാമത്തെ ഒരു ഭാഗത്ത് പറയുന്നത് ദുഷ്കൃതികളാണ്. ഈ ദുഷ്കൃതികൾ എന്ന് പറഞ്ഞാൽ മായയാൽ അപഹരിക്കപ്പെട്ട ജ്ഞാനത്തോട് കൂടിയവരാണ്. ഇവർക്ക് ഈ അതായത് അതിനകത്ത് കവികൾ വരും,
തത്വചിന്തകര്, സാഹിത്യകാരന്മാര്, അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാര്, ഇവരൊക്കെ വലിയ ചിന്തകരാണെങ്കിലും അവരുടെ ഈ ജ്ഞാനത്തെ മായമെന്ന് അപഹരിച്ചു. ഇത് കൃഷ്ണനല്ല, കൃഷ്ണനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റതാണ്, ആറ്റമാണ്, അല്ലെങ്കിൽ അങ്ങനെ പറയും ശാസ്ത്രജ്ഞന്മാര്. കവികള് ഇപ്പൊ പാടും, നമുക്കറിയാം. ഇപ്പൊ ഈ വയലാറൊക്കെ പടി ഈ ഭൂമിയിൽ തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന് പറയുന്ന പോലെ, ഈ ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ ദുഃഖാലയമാണ് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവര് ഇനിയും എനിക്ക് ഇവിടെ തരുമോ, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്നൊക്കെയാണ് വയലാർ പാടിയത്. പക്ഷെ വയലാർക്ക് വളരെ വേദനിച്ചാണ് അവസാനം മരിച്ചത്. നമുക്കറിയാം, ഒരു ഗായകൻ ആ വീട്ടിലൊന്നും കയറിയില്ല. അപ്പൊ ആ ഗായകൻ ചോദിച്ചപ്പോ പറഞ്ഞത്, ഇങ്ങനെ മദ്യപിച്ച് മരിച്ചവരുടെ അടുത്തേക്കൊന്നും പോകേണ്ടതില്ല, അങ്ങനെ മദ്യപാനത്തിലൊക്കെ അവസാനം ആസക്തമായ ആളുകളൊക്കെ ആയിരുന്നു ഈ വരികൾ. ഈ ഭൂമിയെ അപ്പോഴും ഒരു മനോഹരമായി കാണുന്നു. പക്ഷെ ആക്ച്വലി ഈ ഭൂമി നമുക്കൊരു ദുഃഖാലയം, അശാശ്വതമാണ്. അതൊക്കെ നമുക്ക് ഭഗവത്ഗീതയിലൂടെ മനസ്സിലാക്കും. അപ്പൊ ഈ പറയുന്ന കവികളൊക്കെ, പേടപ്പിള്ളി പോലുള്ള കവി പാടിയപ്പോ അദ്ദേഹം പറയുന്നത്, ഈ കപടമായ ലോകത്ത് ആത്മാർത്ഥമായ ഒരു ഹൃദയം ഉണ്ടായതാണ് എന്റെ പരാജയം എന്ന് എഴുതി വെച്ച് അദ്ദേഹം ആത്മഹത്യ ചെയ്യാണ് ചെയ്ത ആ കവിയൊക്കെ. അപ്പൊ ഈ ഭൂമിയിൽ അവരുടെ വരികൾ കൊണ്ട് മനോഹരമാക്കിയെന്ന് നമ്മൾ പറയുന്നത് അവര് സ്വന്തം ജീവിതത്തിൽ ദുഃഖം കൊണ്ട് കടിച്ചമർത്തിയവരായിരുന്നു, ചങ്ങമ്പുഴയും എല്ലാവരും. അപ്പൊ ഇതൊന്നും നമുക്ക് ആത്യന്തിക മോചനം ഈ കവികളിലൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും പഞ്ചവത്സര പദ്ധതികൾ, എത്ര പദ്ധതികൾ വന്നു, എത്ര കണ്ടുപിടുത്തങ്ങൾ വന്നു, ദുഃഖത്തിന് വല്ല കുറവുണ്ടായോ? കൊറോണ വന്നില്ലേ? ആധുനിക ശാസ്ത്രം ഇത്രയധികം പുരോഗമിച്ചിട്ടും നമ്മളെല്ലാം വീടിന്റെ അകത്ത് ഇരുത്താൻ ഒരു രോഗാണുവിന് കഴിഞ്ഞു. ഈ ശാസ്ത്രജ്ഞന്മാരുടെ ഒരു കണ്ടുപിടുത്തത്തിന് ഓടിക്കാൻ കഴിഞ്ഞില്ല. നമ്മളെല്ലാം ഒരു വർഷത്തോളം വീടിന്റെ അകത്ത് ഇരുത്തിയതാണ്. അപ്പൊ ഈ കണ്ടുപിടുത്തങ്ങൾ ഇവർ മുന്നോട്ട് പോകുമ്പോൾ പുതിയ ആധുനിക കണ്ടുപിടുത്തങ്ങളെല്ലാം കൂടുതൽ രോഗമാണ് വർദ്ധിപ്പിച്ചത് എന്നാണ് പറയുന്നത്. അതായത് വാർദ്ധക്യത്തിൽ വരേണ്ട അസുഖങ്ങളൊക്കെ കുട്ടികളായിരിക്കുമ്പോഴേ വന്നു ഭവിക്കുന്നു എന്ന് പറയുമ്പോൾ ശാസ്ത്രം പുരോഗമിച്ചോ ഇല്ലേ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെയാണ്. അപ്പൊ ഇങ്ങനെയുള്ളവർ, അവരൊക്കെ മായയാൽ അപഹൃതമായ ജ്ഞാനത്തോട് കൂടിയവരാണ്. പിന്നെ ആസുര സ്വഭാവികളെ കുറിച്ച് പറഞ്ഞു. ആസുര സ്വഭാവികൾ എന്താണെന്ന് വെച്ചാല് അവരെ നാസ്തികർ എന്ന് തന്നെയാണ് പ്രഭുപാദർ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈശ്വരനെ ഒരു നിഷേധിക്കുന്നവരാണ്. ഇങ്ങനെ നിഷേധികളായ ഈശ്വര വിശ്വാസികളല്ലാത്ത നിരീശ്വരന്മാരും യാതൊരു കാരണവശാലും നമുക്ക് അവരെ എവിടെ ഭഗവാനെ പ്രാപിക്കില്ല, വരില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി ഭഗവാനെ ആരൊക്കെയാണ് ഭജിക്കുന്നത് എന്ന് 16ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നു. ചതുർവിധ ഭജന്തേ മാം ജന സുഹൃദിനോ അർജുന ആർത്തോ ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനിച്ച ഭാരതർഷഭ. ഹേ ഭരതകുല ശ്രേഷ്ഠ, സുഹൃതികളായ 4 കൂട്ടരാണ് എന്നെ ഭജിക്കുന്നത്. ദുഃഖിതൻ, ധനകാംക്ഷി, ജിജ്ഞാസു, പരമസത്യത്തെ അന്വേഷിക്കുന്ന ജ്ഞാനി. അപ്പൊ ഇവിടെ സുഹൃതികളായ ആളുകളെ കുറിച്ചാണ് പറയുന്നത്. ദുഷ്കൃതികളാണെങ്കിൽ ഇപ്പൊ സുഹൃതികള്, ഈ സുഹൃതികള് ഭഗവാനെ ദുഃഖിതരായുള്ള ആളുകള്, അർത്ഥാർത്ഥി, ജിജ്ഞാസു, പരമസത്യത്തെ അന്വേഷിക്കുന്ന 4 തരത്തിലുള്ള വ്യക്തികളുണ്ട്. ഇവരെ സുഹൃതികളായിട്ടാണ് ഭഗവാൻ പറയുന്നത്. അവരെല്ലാം എന്നെ ആശ്രയിക്കുന്നു. കാരണം അവർക്ക് മനസ്സിലായി ഈ പ്രപഞ്ചത്തിന് ഒരു നാഥനുണ്ട്, അല്ലെങ്കിൽ മറ്റ് ഭഗവാനെ ആശ്രയിച്ചാലാണ് എനിക്ക് എന്തെങ്കിലും ലഭിക്കുകയുള്ളൂ, എന്റെ ദുഃഖത്തെ മാറുള്ളൂ എന്ന് കരുതുന്നവനെയും ഭഗവാൻ സുഹൃതി എന്ന് തന്നെയാണ് വിളിച്ചിട്ടുള്ളത്. അപ്പൊ എന്നൊക്കെ മുകളിൽ, അല്ലെങ്കിൽ ഞാൻ തന്നെ സ്വയം പാടുപെട്ട് എനിക്കാണ് സ്വത്തുണ്ടാക്കാൻ കരുതുള്ളൂ, ഞാൻ മറ്റുള്ളവരെ ഏതെങ്കിലും ഒരു വ്യക്തിയെ പ്രീതിപ്പെടുത്തിയാലാണ് എനിക്ക് സ്വത്തുണ്ടാക്കുകയുള്ളൂ എന്നൊന്നും ധരിക്കുന്നവരല്ല അവര് ഭഗവാനെ തന്നെ പ്രാപിച്ചാലാണ് എന്നുള്ള ഒരു ബുദ്ധി ഉള്ളതുകൊണ്ട് തന്നെ അവരെ സുഹൃതി എന്ന് തന്നെയാണ് ഭഗവാൻ അവരെ വിളിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ളവരിൽ 17ാമത്തെ ശ്ലോകം, തേഷാം ജ്ഞാനി നിത്യയുക്ത ഏകഭക്തിർ വിശിഷ്യതേ പ്രിയോഹി ജ്ഞാനിനോ അത്യർത്ഥമഹം സച്ച മമ പ്രിയ. അപ്പൊ ജ്ഞാനസഹിതമായ ശുദ്ധ ഭക്തിയുത സേവന നിരതനായിരിക്കുന്നവനാണ് ഇവരിൽ വച്ച് ഉത്തമൻ. അയാൾക്ക് ഞാൻ ഏറ്റവും പ്രിയപ്പെട്ടവനാണ്, അയാൾ എനിക്കും. തേഷാം ജ്ഞാനി നിത്യയുക്ത ഏകഭക്തി വിശേഷ. അത് ഈ ദുഃഖിതര്, ജിജ്ഞാസുക്കള്, ധനാർത്ഥികള്, ജ്ഞാനികൾ, ഈ 4 സുഹൃത്തികളിൽ ഭഗവാൻ ഒന്ന് പറഞ്ഞു എനിക്ക് ഇന്നത്തെ ഏറ്റവും പ്രിയപ്പെട്ടവൻ ജ്ഞാനിയാണ്. കാരണം ജ്ഞാനി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഭഗവാൻ തന്നെയാണ്. കാരണം അവനെല്ലാം മനസ്സിലാക്കി, മറ്റെന്ത് കിട്ടിയാലും ദുഃഖമൊന്നും മാറില്ല. ജ്ഞാനിക്ക് മനസ്സിലായി കൃഷ്ണനെ തന്നെ പ്രാപിക്കുക, കൃഷ്ണൻ തന്നെയാണ് ഏറ്റവും പ്രിയപ്പെട്ടത്, അതുകൊണ്ട് കൃഷ്ണനെ തന്നെ ഭജിക്കുക, ഇതാണ് ജ്ഞാനി മനസ്സിലാക്കി. അതുകൊണ്ട് എന്തായി, അങ്ങനെയുള്ള ജ്ഞാനി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ തന്നെയാണ്. നമുക്ക് ദുഃഖവും അർത്ഥമൊക്കെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താ കുറച്ച് പണം കിട്ടിയ പ്രശ്നം മാറും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കിട്ടിയ പ്രശ്നം മാറും. അപ്പൊ ഭഗവാനെ അല്ല ആത്യന്തികമായിട്ട് അവർക്ക് ഒരു കലർപ്പുണ്ട്, കലർപ്പുള്ള ഒരു ഭക്തിയാണ്. അപ്പൊ മറ്റായിട്ട് ഞാൻ ഇതൊക്കെ അന്വേഷിച്ചിട്ട് മനസ്സിലായി ഇതൊന്നും മാറാൻ പോണില്ല, ഭഗവാനെ തന്നെ അടുത്ത് കിട്ടിയാലാണ്. അതുകൊണ്ടാണ് അർജുനൻ ഭഗവാനെ മതി, ദുര്യോധനൻ ഭഗവാനെ വേണ്ട, ഭഗവാന്റെ മറ്റു സൈന്യങ്ങളെ മതി എന്നുള്ള
ആ ഭഗവാന്റെ ശക്തികളെ അവർ അങ്ങനെയുള്ള ഭഗവാനിൽ നിന്ന് വേറിട്ട് കണ്ടുകൊണ്ട് ദുര്യോധനൻ പോവുകയും പരാജയപ്പെടുകയും കണ്ടതാണ്. അപ്പൊ ഇവിടെ അങ്ങനെയല്ല, എന്നാലും ഭഗവാനെ തന്നെയാണ് ഇവിടെ പ്രാപിക്കുന്നത്, ദുര്യോധനാദികളെ പോലെയല്ല. പക്ഷെ ഒരു കലർപ്പുണ്ട്. അപ്പൊ കലർപ്പില്ലാതെ ഭക്തി ചെയ്യുന്ന ആളാണ് ഞാൻ, ഇത് മനസ്സിലാക്കുന്നു. ഇനി 18-ാമത്തത്, ഉദാര സർവ ഏവൈതേ ജ്ഞാനി ത്വത് അമേവ മേ മതം ആസ്ഥിത സഹി യുക്താത്മാ മാമേവാം ഉത്തമാം ഗതി അനുത്തമാം ഗതി. അപ്പൊ ഈ ഭക്തന്മാരെല്ലാം മഹാന്മാക്കൾ തന്നെ എന്നതിന് സംശയമില്ല. എന്നാൽ ആരാണോ എന്റെ തത്വത്തെ ഗ്രഹിക്കുന്നത് അയാളെ എന്നിൽ നിന്ന് അന്യനായി ഞാൻ കരുതുന്നില്ല. അയാൾ എന്റെ ദിവ്യസേവനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാൽ സർവോന്നതവും പരിപൂർണവുമായ ആത്യന്തിക ലക്ഷ്യത്തിൽ നിശ്ചയമായും എത്തിച്ചേരും. അപ്പൊ ഇവിടെ ആ ജ്ഞാനി ഇപ്പൊ പ്രത്യേകം പറയുകയാണെങ്കിൽ എന്തുകൊണ്ടാൽ പ്രേമഭക്തിപൂർവം ഭഗവാനെ സേവിക്കൽ മാത്രമാണ് അയാളുടെ ലക്ഷ്യം. അപ്പൊ പ്രേമഭക്തിയോടുകൂടി ഭഗവാനെ സേവിക്കൽ ആത്യന്തികമായിട്ട് ആണ് ഒരു ജ്ഞാനിയുടെ ലക്ഷ്യം. അപ്പൊ എല്ലാവരും സുഹൃതികൾ തന്നെയാണ്. ഇനി 19-ാമത്തെ നമുക്കറിയാം, ശ്ലോകം വായിക്കാം. ബഹുനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രബന്ധിതേ വാസുദേവ സർവമിതി സ മഹാത്മ സുദുർലഭ. അസംഖ്യം ജനനമരണങ്ങൾക്ക് ശേഷം ജ്ഞാനവാനായ വ്യക്തി സർവജ്ഞനാണ്. കാരണങ്ങൾക്ക് കാരണഭൂതനും സർവവ്യാപിയെന്ന് മനസ്സിലാക്കി എന്നെ അവർ ശരണം പ്രാപിക്കുന്നു. അപ്രകാരമുള്ള മഹാന്മക്കൾ വളരെ ദുർലഭമാണ്. അപ്പൊ നമ്മളിവിടെ 3-ാമത്തെ ശ്ലോകത്തിൽ കണ്ടില്ലായിരുന്നോ? 3-ാമത്തെ ശ്ലോകത്തില് ഒന്ന് നോക്കട്ടെ. മനുഷ്യാണാം സഹസ്രേഷു കച്ചിത് എതതി സിത്തയെ എതതാമപി സിത്താനം കച്ചിന്മാ വേത്തി തത്വത. ഒരുപാട് പേര് അന്വേഷിക്കുന്നത് ഒരാൾ മാത്രമാണ് എന്നെ ശരിക്കും മനസ്സിലാക്കുന്നുള്ളൂ, എന്നെ അറിയുന്നുള്ളൂ. അപ്പൊ ഭഗവാൻ ഇവിടെ പറയുന്നത് ബഹുനാം ജന്മനാം എന്തേ ജ്ഞാനവാൻ മാം പ്രബന്ധിതേ വാസുദേവ സർവമതി. അപ്പൊ ഭഗവാനാണ് ഈ ഇതിന്റെ എല്ലാം കാരണങ്ങൾക്ക് കാരണഭൂതനും സർവവ്യാപിയും എന്ന് മനസ്സിലാക്കി എന്നെ ശരണം പറയുന്നു. സ മഹാത്മ സുദുർലഭ. അപ്പൊ ഈ വാക്കുകൾ വളരെ പ്രധാനമാണ് ആചാര്യന്മാർ. സ മഹാത്മ, അവർ മഹാന്മക്കളാണ്. കാരണം അവര് ജന്മജന്മാന്തരങ്ങളുടെ നടന്നു കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ ജീവിതത്തിന്റെ ചക്രങ്ങളിൽ അവർ ആത്യന്തികമായ സത്യം കൃഷ്ണനാണെന്ന് തിരിച്ചറിഞ്ഞു. അങ്ങനെയുള്ള മഹാന്മക്കൾ എന്നാണ് അവരെ ഭഗവാൻ തന്നെ വിളിച്ചിരിക്കുന്നത്. അവര് സുദുർലഭ. ദുർലഭം എന്ന് പറഞ്ഞാൽ തന്നെ വിരളമാണ്. അതിന്റെ കൂടെ സു എന്ന് കൂടുമ്പോൾ വളരെ വളരെ വിരളമാണ്. അതാണ് ഭഗവാൻ തുടക്കം തന്നെ ഇവിടെ 3-ാമത്തിൽ പറഞ്ഞത്. അങ്ങനെ എണ്ണിക്കുന്നത്, അങ്ങനെ പൂർണ്ണത നേടിയവരിലും ഒന്നിലേറെ പേർ എന്നെ തികച്ചും അറിയുന്നില്ല. അപ്പൊ ഭഗവാനെ അറിയുന്നത് വളരെ കുറവാണ്. അപ്പൊ നമ്മുടെയൊക്കെ ഭാഗ്യം കൊണ്ട് ആചാര്യന്മാരുടെ ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിൽ നമുക്ക് വരാൻ കഴിഞ്ഞതും അവരിൽ നിന്ന് കേട്ടത് കൊണ്ട്. ഇപ്പൊ എന്നെ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഞാൻ പല ആശ്രമങ്ങളിലൊക്കെ ഇങ്ങനെ മുമ്പ് നടന്നതാണ്. അപ്പൊ എനിക്ക് കൂടുതൽ വ്യക്തത കൃത്യമായി മനസ്സിലാക്കാനും ഇസ്കോണിൽ വരികയും അവിടുത്തെ ആചാര്യന്മാരുടെ പ്രഭാഷണം കേൾക്കുകയും അത് തുടർന്ന് കേൾക്കുന്നത് കൊണ്ടാണ് കൃഷ്ണനാണ് ഈ പ്രപഞ്ചത്തിന്റെ നാഥനെന്ന് നമുക്കൊക്കെ മനസ്സിലാക്കാൻ ഈ ആചാര്യ പരമ്പരയിലൂടെ ഉള്ള പ്രഭാഷണങ്ങൾ കേൾക്കുന്ന വഴി മനസ്സിലാക്കാൻ കഴിയുന്നു. അത് തന്നെയാണ് നമുക്കിവിടെ വീണ്ടും ഈ ഗുണം നമുക്കിവിടെ ഭഗവാൻ പറഞ്ഞത് കിട്ടുന്ന. അപ്പൊ അതുകൊണ്ട് നമുക്കും ആ ദുർലഭമായ ആ ഒരു അവസരം ലഭിച്ചിരിക്കുകയാണ്. ആ ദുർലഭമായ അവസരത്തോടെ കൃഷ്ണനെ തന്നെ ആണ് ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ എന്ന് മനസ്സിലാക്കി നമുക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രം നമുക്ക് എന്നും ജപിക്കാൻ കഴിയട്ടെ എന്നും കൂടി നമുക്ക് ഇവിടെ പ്രാർത്ഥിക്കാം ഈ അവസരത്തില്. ഇനി അവസാന ശ്ലോകം 20-ാമത്തെയാണ്. അത് ഭഗവാനെ ആശ്രയിക്കാതെ മറ്റാരെയൊക്കെയും ആശ്രയിക്കുന്നതിനെ കുറിച്ചിട്ടാണ് 20-ാമത്തെ ശ്ലോകം. മുമ്പ് ഭഗവാനെ ആശ്രയിക്കാത്തവര്, പിന്നെ ഭഗവാനെ ആശ്രയിച്ചവര്, പിന്നെ ഭഗവാനെ ആശ്രയിക്കാതെ ദേവീ ദേവന്മാരെ ആശ്രയിക്കുന്നതിനെ കുറിച്ചിട്ടാണ് 20 മുതൽ ഇങ്ങോട്ടുള്ള ശ്ലോകം. അതിൽ 20-ാമത്തെ ശ്ലോകം മാത്രമാണ്. ഇനി 21 തുടങ്ങിയുള്ള ശ്ലോകം എടുക്കുന്നവര് ആ ദേവീ ദേവന്മാരെ പ്രാർത്ഥിച്ചാൽ എന്താണ് ഫലം, അത് ആരാണ് നൽകുന്നത്, അതിന്റെ അതൊക്കെ ഭഗവാനാണ് നൽകുന്നത് മുതലായ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാൻ കഴിയും. 20-ാമത്തെ ശ്ലോകം കാമസൈസ്തർ ഹൃതജ്ഞാന പ്രബന്ധതേ അന്യദേവത തന്തം നിയമ ആസ്ഥായ പ്രകൃത്യ നേതാ സ്വയ. എന്നുവെച്ചാൽ കാമസ്ഥൈസ്തർ ഹൃതജ്ഞാന, ജ്ഞാനം നഷ്ടപ്പെട്ടു. ഹൃതജ്ഞാന എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാ? നിരവധി ഭൗതിക അഭിലാഷങ്ങൾ, നിരവധി അഭിലാഷങ്ങൾ, ഓരോന്നും പുതിയ പുതിയ അഭിലാഷങ്ങൾ, വീണ്ടും വീണ്ടും നമുക്ക് അഭിലാഷം. അതാണ് നമ്മുടെ മനസ്സിന്റെ ഒരു പ്രത്യേകത. അത് കിട്ടിയാൽ ഇത് കിട്ടിയാൽ തീരും എന്നുള്ള അഭിലാഷം. അങ്ങനെ ഭൗതിക അഭിലാഷങ്ങളാൽ അപഹരിക്കപ്പെട്ട ജ്ഞാനത്തോടു കൂടിയവർ ദേവന്മാരെ ശരണം പ്രാപിക്കുന്നു. പ്രത്യേക നിയമങ്ങളും തം നിയമ ആസ്ഥായ പ്രകൃത്യ നിയമങ്ങളും നിബന്ധനകളും അനുസരിച്ച് അവർ സ്വപ്രകൃതിയാൽ ദേവന്മാരെ ആരാധിക്കുന്നു. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്ന പ്രത്യേക നിയമങ്ങളും ചലാമ്പലം ഇന്ന നിയമങ്ങൾ, ആ നിയമങ്ങളൊക്കെ ആചരിച്ച് ഓരോ വ്യക്തിക്ക് ഏതൊക്കെ ഒരു സ്വഭാവം ഉണ്ടോ ആ സ്വഭാവ ഗുണത്തിന് അനുയോജ്യമായ ആചാരങ്ങൾ ചെയ്ത് അവര് ഈ പ്രാർത്ഥനയിൽ ഉൾപ്പെടുന്നു. അങ്ങനെ അപ്പൊ നമ്മൾ പ്രത്യേക ഭൗതിക അഭിലക്ഷങ്ങൾ ജ്ഞാനം നഷ്ടപ്പെട്ടവൻ എന്ന് തന്നെയാണ് പറയുന്നത് ദേവന്മാരെ ആശ്രയിക്കുന്നത്.
അപ്പൊ 20 ശ്ലോകങ്ങളും കഴിഞ്ഞു. സമയം കൂടുതലായോ എന്ന സംശയം. സമയത്തിന് തീർന്നിട്ടുണ്ടായി. അപ്പൊ ഇവിടെ 20 ശ്ലോകങ്ങളുടെയും ക്ലാസ്സുകൾ ചെറിയ രീതിയിൽ തീർത്തു. നല്ല രീതിയിൽ പറഞ്ഞൊന്നും എനിക്കറിയില്ല. എല്ലാവരുടെയും മുമ്പിൽ ഞാനിത് അർപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഓരോ ശ്ലോകവും നന്നായി പറഞ്ഞു തന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പ്രഭുവിനോട് ചോദിക്കാം. ഹരേ കൃഷ്ണ. സംശയമൊന്നുമില്ല പ്രഭു. പ്രണാമം പ്രഭു. താങ്ക് യു പ്രഭു. നല്ല ക്ലാസ് ആയിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭു താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. പ്രണാമം. പ്രണാമം മാതാജി. ഹരേ കൃഷ്ണ. നല്ല സിമ്പിൾ ആയിട്ട് പ്രഭു മനസ്സിലാക്കി തന്ന് അതിന് വളരെ നന്ദി പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ക്ലാസ് വാസ് വെരി നൈസ്. നന്നായിരുന്നു. വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ്. സമയത്തിന് തീർക്കാൻ പെട്ടെന്ന് തീർത്തു. ഞാൻ വിചാരിച്ചു കുറച്ചുകൂടി യു വുഡ് ഹാവ് ഇലാബറേറ്റഡ്, ബട്ട് വെരി നൈസ്. നന്നായിരുന്നു ക്ലാസ് പ്രഭു. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരി ബോൾ. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് വൈൻഡപ്പ് ചെയ്യാലേ മാതാജി? ഹരിബോൾ. വേറെ ആർക്കും ഒന്നും ചോദിക്കാനില്ലെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ മാതാജി. ഒരിക്കൽ കൂടി ഇന്ന് ഗീതാ മഹാത്മ്യത്തെ കുറിച്ച് പറഞ്ഞു തന്ന ഹർ ഗ്രേസ് നളിനി രുക്മിണി ദേവദാസി മാതാജിക്കും ഹരിനാമ മഹാത്മ്യത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്ന ഭക്ത് ഹരികൃഷ്ണ പ്രഭുവിനും ഭഗവത്ഗീത ക്ലാസ് എടുത്ത ഹിസ് ഗ്രേസ് പ്രേമമായ ബ്രജേശ്വരദാസ് പ്രഭുവിനും ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇന്നിവിടെ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും എന്റെ പേരിലും ഇസ്കോന്റെ പേരിലും നന്ദി പറഞ്ഞുകൊള്ളുന്നു. നരസിംഹ പ്രണാമത്തോടു കൂടി നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. നമസ്തേ നരസിംഹായ പ്രഹ്ലാദായിനേ ഹിരണ്യകശിപോർവക്ഷഃ ശൂലഡങ്കാനഘാലായേ ഇതോ നരസിംഹ പരതോ നരസിംഹോ യതോ യതോ യാമി തതോ നരസിംഹ ബഹിർനരസിംഹോ ഹൃദയേ നരസിംഹോ നരസിംഹമാദിം ശരണം പ്രപദ്യേ തവ കരകമലവരേ നാഗം അത്ഭുതശൃംഗം ദളിതാ ഹിരണ്യകശിപു താനുഭൃംഗം കേശവധൃത നരഹരിരൂപ ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ ജയ നരസിംഹദേവ് ജയ നരസിംഹദേവ്
नरसिंहदेव जय नरसिंहदेव जय नरहरि 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 जय नरहरि जय लक्ष्मी नरसिंह जय लक्ष्मी नरसिंह लक्ष्मी नरसिंह जय लक्ष्मी नरसिंह जय प्रहलाद महाराज जय प्रहलाद महाराज प्रहलाद महाराज जय प्रहलाद महाराज जय जय प्रभुपाद 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 जय जय प्रभुपाद जय जय गुरुदेव 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 जय जय गुरुदेव निताय गौर हरि बोल हरि बोल हरि बोल निताय गौर हरि बोल हरे कृष्णा ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. എല്ലാവർക്കും താങ്ക്സ്. താങ്ക് യു. ഹരേ കൃഷ്ണ. ഗുഡ് നൈറ്റ്. हरे कृष्णा.